ഭീഷ്മനെ പോലെയുള്ള ആൾക്കാരും അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു മഹാഭാരത യുദ്ധം ഇതം പ്രഥമമായി നടക്കാൻ പോണു. അതിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സോടുകൂടി ഇരിക്കണം, ഉറച്ചിരിക്കണം എന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദുര്യോധനൻ, നിങ്ങൾ മനസ്സിലാക്കണം, ദുഷ്ടന്മാരുണ്ടല്ലോ, അവരുടെ ദുഷ്ടബുദ്ധി എത്ര തന്നെ പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ മുഴുവനും കവച്ചു വെച്ച് അവരുടെ ദുഷ്ടതയിൽ മകുട ചൂടാമണി വരെ ചെല്ലണം എന്നാണ് അവരുടെ അഭിപ്രായം. അതാണല്ലോ ഒരു നിലയ്ക്ക് നല്ലതും. ആ ദുര്യോധനൻ എന്ത് ചെയ്തു? ഉലൂകൻ ശകുനിയുടെ പുത്രനെ വിളിച്ച് പാണ്ഡവ പക്ഷത്തിലേക്ക് അയക്കുക. പാണ്ഡവന്മാരുടെ അടുത്ത് ചെന്ന് എൻ്റെ ഉലൂക, നീ ഞാൻ പറയണ മാതിരി അവരുടെ അടുത്ത് ചെന്ന് പറയണം. ഇതിപ്പോൾ ദുര്യോധനന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താ കാരണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പടയാളികൾ പടയ്ക്ക് പോകുമ്പോൾ അവർക്ക് ആ പടവീര്യം ഉണ്ടാക്കാൻ പറ്റിയ തരത്തിൽ വാദ്യങ്ങളൊക്കെ വായിക്കും, സാധിച്ച നല്ല നല്ല കാര്യങ്ങൾ സംസാരിച്ച് ആ വീര്യം വർദ്ധിപ്പിക്കാൻ, ശത്രുക്കളെ നേരിടണം, നശിപ്പിക്കണം എന്നുള്ളൊരു ഉത്സാഹം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. അതുപോലെ ദുര്യോധനന്റെ മനസ്സിൽ താൻ കേമനാണ്, തൻ്റെ വഴി ശരിയാണ്, ഒരിക്കലും തകരാറ് വരില്ല എന്ന് പറഞ്ഞ് ആ ആത്മവീര്യം വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ വേണ്ടിവരും അവരുടെ വിശ്വാസത്തിന് അനുസരിച്ച്. അപ്പോൾ ആ ഉത്സാഹം കെട്ടുപോവാണ്ടിരിക്കാൻ വേണ്ടി ആഹൂയ ഉപഹ്വരേ രാജൻ ഉലൂകം ഇതമബ്രവീത് ഉലൂക ഗച്ഛ കൈതവ്യ പാണ്ഡവാൻ സഹസോമകാൻ. ഉലൂകനെ വിളിച്ച് പറയുകയാണ്, ഒറ്റയ്ക്ക് വിളിച്ചു. എന്നിട്ട് പറയുക, രാജൻ ഉലൂകമിതമബ്രവീത്. ഉലൂകനെ വിളിച്ച് പറയണു, ഉലൂക ഗച്ഛ കൈതവ്യ പാണ്ഡവാൻ സഹസോമകാൻ. സോമകന്മാരോടും മറ്റും കൂടിയിരിക്കുന്ന പാണ്ഡവന്മാരുടെ അടുത്ത് ചെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായി പറഞ്ഞ് മനസ്സിലാക്കണം. കള്ളച്ചൂത് കളിക്കുന്ന എൻ്റെ അമ്മാമനുണ്ടല്ലോ, വിദഗ്ധൻ, ആ അമ്മാമൻ്റെ മകനാണ്. ആ ചാതുര്യമൊക്കെ ഉപയോഗിച്ച് അവരോട് സംസാരിക്കണം. ഗത്വാ മമ വചോ ബ്രൂഹി വാസുദേവസ്യ ശൃണ്വതഃ ഇതം തത് സമനുപ്രാപ്തം വർഷപൂഗാഭിചിന്തിതം. ഇപ്പുറത്ത് ദുര്യോധനന്റെ ഉത്സാഹം കെട്ടണഞ്ഞു പോവാതിരിക്കാനുള്ളത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. യുദ്ധം തുടങ്ങിയാൽ പിന്നെ യുദ്ധമായി. അതുവരെയോ ശാന്തമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പല സദസ്സിലും പോവും. അപ്പം ചിലപ്പോൾ പെട്ടെന്ന് ഇലക്ട്രിസിറ്റിയോ എന്തോ ഫെയിൽ ചെയ്യും. അപ്പം ആകെ മൊത്തം ഒരു വിഷമാവും. അപ്പം പറയാറുണ്ട്, എന്ത് മിണ്ടാണ്ടിരിക്കരുത്, ഉടനെ നാമജപമെങ്കിലും ജപിക്കൂ. സദസ്സിൽ അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല, അവർ കേൾക്കാൻ വന്നിരിക്കുക. അപ്പം അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അതുപോലെ തന്നെയാണ് മനസ്സിന് നല്ലൊരു തീറ്റ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെല്ലൂ പാണ്ഡവന്മാരുടെ പക്ഷത്തിൽ. എന്നിട്ട് വാസുദേവൻ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണനെ കേക്കച്ചൊല്ലി വേണം ഞാൻ ഈ പറഞ്ഞത് പറയാൻ. കൃഷ്ണനെ കേക്കച്ചൊല്ലി പറയണത്രേ. ഇതം തത് സമനുപ്രാപ്തം വർഷപൂഗാഭിചിന്തിതം. എത്ര വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു, ദശാബ്ദങ്ങളായി. ഇങ്ങനെ ഒരു പോര് വരണം, ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുക. അപ്പുറത്തുനിന്നുള്ള നീക്കങ്ങളോ ഇത് ഇല്ലാതെ കഴിക്കാനാ. അതിനു വേണ്ടിയിട്ടാണല്ലോ ദൂതൊക്കെ കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞയച്ചത്. എന്തൊക്കെ അവർ ചെയ്യണു, യുദ്ധം വേണ്ടാന്ന്. എനിക്കാണെങ്കിൽ യുദ്ധമേ വേണ്ടൂ. അപ്പോൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. വാസുദേവ സഹായസ്യ ഗർജതഃ സാനുജസ്യതേ മധ്യേ കുരൂണാം കൗന്തേയ തസ്യ കാലോയം ആഗതഃ. യുധിഷ്ഠിരന്റെ അടുത്ത് ചെന്ന് പറയണം, വാസുദേവ സഹായസ്യ ഗർജതഃ സാനുജസ്യതേ മധ്യേ കുരൂണാം കൗന്തേയ തസ്യ കാലോയം ആഗതഃ. വാസുദേവ സഹായസ്യ ഗർജതഃ സാനുജസ്യതേ. യുധിഷ്ഠിരനോട് പറയാണ്, യുധിഷ്ഠിരനുള്ള സഹായം വാസുദേവനാണ്, കൃഷ്ണനാണ്. ആ കൃഷ്ണന്റെ സഹായത്താൽ ഞാൻ എന്തും നേടാം. അപ്പുറത്ത് ആര് വേണമെങ്കിൽ നിൽക്കട്ടെ, മുത്തശ്ശനും ഗുരുനാഥനും എല്ലാം അവരുടെ പക്ഷത്തിലാണ്. അതൊക്കെ ആയാലും കൃഷ്ണപരമാത്മാവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ വിജയിച്ചോളാം എന്നൊരു ഹുങ്ക്, ഒരു ഗർവ്, ഒരു പ്രതീക്ഷ, അന്യായമായ പ്രതീക്ഷ യുധിഷ്ഠിരനുണ്ട്. അങ്ങനെ സാനുജസ്യതേ ഗർജിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് 4 അനുജന്മാരുണ്ട്. അവിടെ 4 അനുജന്മാർ യുധിഷ്ഠിരനുണ്ടെങ്കിൽ ഇപ്പുറത്ത് എനിക്ക് 99 പേരെ എനിക്കുണ്ട്. അപ്പം ഈ ഗർജനത്തിൽ വലിയ അർത്ഥമില്ല. ഇപ്പം എന്താ വേണ്ടേ? മധ്യേ കുരൂണാം കൗന്ദേയ തസ്യ കാലോയമാഗത.
ഈ കൃഷ്ണന്റെ പേരിലുള്ള അമിതമായിരിക്കുന്ന വിശ്വാസം, പ്രതീക്ഷയുണ്ടല്ലോ, അനുജന്മാരെ ചൊല്ലിയുള്ള ആ ബലം, ഇതെല്ലാം പരീക്ഷിക്കാനുള്ള ഒരു അവസരമായി കഴിയും. നമ്മൾ ഇനി വാക്കുകൊണ്ട് ഒരു സമരവും ഇവിടെ ചെയ്യേണ്ട, ഒരു പ്രതീക്ഷയും വേണ്ട, ഒരു പറഞ്ഞയക്കലോ ഒന്നും ആവശ്യമില്ല. ഇപ്പം എന്താ വേണ്ടത്? നമ്മുടെ ബലം, നമ്മുടെ കഴിവ് യുദ്ധക്കളത്തിൽ, പടക്കളത്തിൽ കാണിക്കുക. ഭ്രാതൃഭിഃ സഹിത സർവൈഃ സോമകൈശ്ച സ കേകയൈഃ കഥം വാ ധാർമ്മികോ ഭൂത്വാ ത്വം അധർമ്മേ മനഃകൃതാഃ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. യുധിഷ്ഠിരൻ ധർമ്മപുത്രനാണല്ലോ. ആ ധർമ്മപുത്രനോട് പറയാൻ, ഭ്രാതൃഭിഃ സഹിത സർവൈഃ സോമകൈശ്ച സ കേകയൈഃ കഥം വാ ധാർമ്മികോ ഭൂത്വാ ത്വം അധർമ്മേ മനഃകൃതാഃ. യുധിഷ്ഠിരന്റെ ഒരു നല്ല കീർത്തിയുണ്ട്. ധർമ്മപുത്രനാണ്, ധർമാനുസൃതം പ്രവർത്തിക്കുന്നത്. ദുര്യോധനൻ പറയുന്നു, ഭ്രാതൃഭിഃ സഹിതഃ സർവൈഃ സോമകൈശ്ച സ കേകയൈഃ. ഭ്രാതാക്കന്മാര്, സഹോദരന്മാരുണ്ട്, സോമകന്മാരുണ്ട്, കേകയന്മാരുണ്ട്. ഇവരെല്ലാവരും ഉണ്ടായിട്ടും കഥം വാ ധാർമ്മികോ ഭൂത്വ, ഇത്ര നാളും ധർമാനുസരണം പ്രവർത്തിച്ച് വന്ന് ത്വം അധർമ്മേ മനഃകൃത. ഇപ്പൊ മാത്രം എന്താ ഈ അധർമ്മത്തിലും ഇഷ്ടം? ഞാൻ യുദ്ധം ചെയ്യില്ല, യുദ്ധം ഒഴിവാക്കണം. ഈ യുദ്ധം ആർക്ക് വിധിച്ചിട്ടുള്ളതാ? ക്ഷത്രിയന്മാർക്ക് വിധിച്ചിട്ടുള്ളതാണ്. അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് മരിക്കേണ്ടവരോ, അതോ പടക്കളത്തിൽ അമ്പും വില്ലും വാളും കുന്തവും ഗതയുമായി പരിചയമായി ചെന്ന് പടപൊരുതി മരിക്കണോ? എന്താ ഈ പേടിക്കണത്? എന്താ ഇതിനർത്ഥം? പഞ്ചഗ്രാമാവൃതായത്നാത് ന അസ്മാഭിർ അപവർജിതാഃ യുദ്ധ്യാമഹേ കഥം സാഖ്യേ കോപയേമ ച പാണ്ഡവാൻ. ഈ യുദ്ധം ചെയ്യാനുള്ള മടി കൊണ്ടല്ലേ 5 ഗ്രാമം മതി ഞങ്ങൾക്ക് എന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞയച്ചത്. ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് എന്തിനെങ്ങനെ പറഞ്ഞയച്ചു? 5 ഗ്രാമം കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് ഒരു ക്ഷത്രിയനോ രാജാവോ പറയേണ്ട വാക്കാണോ അത്? നിങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം നിങ്ങൾ നേടിയെടുക്കണം. അത് വല്ലവരും തട്ടിക്കൊണ്ടുപോയാൽ അത് ഞാനാകട്ടെ സഹോദരന്മാരാകട്ടെ അത് കണ്ട് മിണ്ടാതെ പേടിച്ചിരിക്കുക. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ആവശ്യം കുറച്ചേന്നാ ചോദിക്കണേ ദുര്യോധനൻ. 5 ഗ്രാമം മതി, ഞങ്ങൾ തൃപ്തിപ്പെട്ടോളാം, പടക്കളത്തിൽ പോണ്ട, യുദ്ധച്ചൊരിച്ചൽ വേണ്ട. ഇതെന്താ? ഇത് ധർമ്മമാണോ? ധർമ്മപുത്രൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ആ 5 ഗ്രാമം തരില്ലാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ ചൊടിപ്പിച്ച് പൊരുതിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. 5 ഗ്രാമം തന്നതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വരാൻ പോണില്ല. നിങ്ങൾ അവിടെ ജീവിച്ചോളൂ. പക്ഷെ ഞാൻ അങ്ങനെ സഹവർത്തികളായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനല്ല. ക്ഷത്രിയന്മാർക്ക് യോജിച്ച ക്ഷാത്ര തേജസ്സോടുകൂടി പടക്കളത്തിൽ വീര്യപരാക്രമത്തോടുകൂടി വന്ന് അത് മുഴുവനും പ്രദർശിപ്പിച്ച് ജയിക്കുന്നവൻ ജയിക്കും, തോൽക്കുന്നവൻ മരിച്ചവിടെ വീഴും. ഇതാണ് ക്ഷത്രിയന്മാർക്കുള്ള ധർമ്മം. അപ്പം ഞാൻ 5 ഗ്രാമം തരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉള്ളിൽ ആ മത്സരബുദ്ധി ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കുകയുള്ളൂ നിങ്ങൾ. യുദ്ധ്യാമഹേ കഥം സംഖ്യേ കോപയേമ ച പാണ്ഡവാൻ. പാണ്ഡവന്മാരെ മുഴുവനും പ്രകോപിപ്പിക്കാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ തിരസ്കരണം. ഒരു സൂചി കുത്താനുള്ള പഴുതുപോലും തരില്ല എന്ന് ഞാൻ പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദുര്യോധന്റെ ചിന്താഗതിയാണ്. പഞ്ചഗ്രാമാവൃതായത്നാത് നാസ്മാഭിരപവർജിതാഃ യുദ്ധ്യാമഹേ കഥം സംഖ്യേ കോപയേമ ച പാണ്ഡവാൻ. ബ്രൂയാസ്ത്വം വാസുദേവം ച പാണ്ഡവാനാം സമീപതഃ ആത്മാർത്ഥം പാണ്ഡവാർത്ഥം ച യത്താമാം പ്രതിയോധയ. ബ്രൂയാസ്ത്വം വാസുദേവം ച പാണ്ഡവാനാം സമീപതഃ. ഉലൂകൻ അവിടെ ചെന്ന് പറയണം, ഞാൻ പറഞ്ഞതായിട്ട് പറയണം. ആരുടെ അടുത്ത്? വാസുദേവൻ അവിടെ ഉണ്ടാവണം, പാണ്ഡവന്മാരും ഉണ്ടാവണം. അവർ 6 പേരുമുള്ള സമയത്ത് എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ ഇടിവെട്ട് പോലെ മുഴക്കി സംസാരിക്കണം. ആത്മാർത്ഥം പാണ്ഡവാർത്ഥം ച യത്തോ മാം പ്രതിയോധയ. നിങ്ങൾ യുദ്ധം ചെയ്തേ തീരുള്ളൂ. ഞാൻ നിർബന്ധിക്കുകയാണ് യുദ്ധം ചെയ്യൂന്ന്. എന്നോട് നിങ്ങളായിട്ട് യുദ്ധം ചെയ്യണില്ല, ഞാനാ ചെയ്യുന്നത്. എൻ്റെ സേനയാ മുമ്പിൽ വരാൻ പോകുന്നത്. അപ്പം എന്നോട് പ്രതിയുദ്ധം നിങ്ങൾ ചെയ്താൽ മതി. ആത്മാർത്ഥം പാണ്ഡവാർത്ഥം ച.
നിങ്ങളിങ്ങനെ പടപൊരുതുന്നതിൻ്റെ ഉദ്ദേശം എന്താ? കുറേയൊക്കെ എന്നെ തൃപ്തിപ്പെടുത്താൻ, നിങ്ങളെയും തൃപ്തിപ്പെടുത്താൻ. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയുമാണ് നിങ്ങൾ പടപൊരുതുന്നത്. അപ്പം ഞാൻ പടപൊരുതാൻ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മാറ്റവുമില്ല. അതിന് ശരിയായിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത് ഇവിടെ. ബ്രൂയാസ്ത്വം വാസുദേവം ച പാണ്ഡവാനാം സമീപതഃ ആത്മാർത്ഥം പാണ്ഡവാർത്ഥം ച യത്തോ മാം പ്രതിയോധയ സഭാമധ്യേ ച യദ്രൂപം മായയാ കൃതവാനസി തത്തഥൈവ പുനഃ കൃത്വാ സാർജുനോ മാം അഭിദ്രവാ. കൃഷ്ണൻ ദൂത് പറയാൻ ചെന്നിട്ട് അവസാനം അവിടുന്ന് പോകുമ്പോൾ ദുര്യോധനൻ പിടിച്ചു കെട്ടാൻ പുറപ്പെട്ടു. ആ പിടിച്ചു കെട്ടാൻ പുറപ്പെട്ടപ്പോൾ ഒരു വിശ്വരൂപം കാണിച്ച് എല്ലാവരും മടങ്ങി അദ്ദേഹം പോകുകയാണല്ലോ ചെയ്തത്. അതിനെ കൊള്ളിച്ചു സംസാരിക്കുകയാണ്. സഭാമധ്യേ ച യദ്രൂപം മായയാ കൃതവാനസി. അന്ന് സഭാമധ്യത്തിൽ മായ ഇന്ദ്രജാലം പ്രയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയില്ലേ ആ കൃഷ്ണൻ. തഥൈവ പുനഃകൃത്വ. ആ ഇന്ദ്രജാലം കയ്യിലുണ്ടല്ലോ, ആ മായാവിത്തൊക്കെ കയ്യിലില്ലേ, അത് ദാ പ്രദർശിപ്പിച്ചോളൂ. പക്ഷെ എവിടെ? പടക്കളത്തിൽ. അന്ന് സഭാഗൃഹത്തിൽ, സഭാമധ്യത്തിലാണത് ചെയ്തത്. അവിടെ യുദ്ധക്കളമല്ല, അവിടെ സമാധാനത്തിനൊരു ദൂതൻ വന്നതാണ് രംഗം. ആ ദൂതന്റെ രംഗത്തിൽ അവിടെ ഒരു അക്രമം ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കിയില്ല. ഞാൻ കെട്ടാൻ പുറപ്പെട്ടു എന്നുണ്ടെങ്കിലും സമാധാനമായിട്ട് കെട്ടാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു പടക്കളമാക്കി തീർക്കാൻ ഉദ്ദേശിച്ചില്ല. അവിടെ കൃഷ്ണന്റെ മായാവിത്വം കുറെ അങ്ങോട്ട് ശോഭിച്ചു എന്നാണ് വിചാരിക്കണേ. ഞങ്ങളൊക്കെ പേടിച്ചു പിന്മാറി അങ്ങേ പോകാൻ അനുവദിച്ചു എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ, ആ കണക്കുകൂട്ടലൊന്നും ശരിയല്ല. തഥൈവ പുനഃകൃത്വ സാർജുനോ മാം അഭിദ്രവ. ആ മായാവിത്വം കൊണ്ട് ഒന്നങ്ങോട്ട് വരൂ കുരുക്ഷേത്രത്തിലേക്ക്, അർജുനനെയും കൂട്ടിക്കോളൂ കൂടെ. എന്നിട്ട് എന്തു വേണം? മാം അഭിദ്രവ, എന്നെ വിറപ്പിച്ച് ഓടിപ്പിക്കണം. അപ്പോഴാണ് ഈ മായാവിത്വത്തിന് അർത്ഥമാവുക. തഥൈവ പുനഃകൃത്വ. അന്ന് കഴിഞ്ഞത് എൻ്റെ മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. അന്ന് ഞാനും മിണ്ടാതിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ചിലർ കണ്ണടച്ചു, ചിലർ പേടിച്ചു. പക്ഷേ ഈ ദുര്യോധനൻ പേടിച്ചില്ല കേട്ടോ. കൃഷ്ണ നല്ല പോലെ ഓർത്തോളൂ. അങ്ങനെയുള്ള ഒരു കൃഷ്ണനെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പടക്കളത്തിൽ വരണം. അത് അർജുനോട് കൂടിയാണല്ലോ, തേരാളിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. അർജുനോട് കൂടി വന്ന് ആ അമ്പും വില്ലും പ്രയോഗിക്കുന്ന ഈ ദുര്യോധനെ എതിരിട്ട് സാധിക്കുമെങ്കിൽ എന്നെ ഒന്ന് പടക്കളത്തിൽ നിന്ന് ഓടിപ്പിക്കൂ, അല്ലെങ്കിൽ തട്ടി തകർത്ത് താഴത്തിടൂ. സഭാമധ്യേ ച യദ്രൂപം മായയാ കൃതവാനസി തഥൈവ പുനഃകൃത്വ സാർജുനോ മാം അഭിദ്രവ. ഇന്ദ്രജാലം ച മായാ വൈ കുഹകാവാഭിഭീഷണ ആത്തശസ്ത്രസ്യ സംഗ്രാമേ വഹന്തി പ്രതിഗർജനാഃ. ഇന്ദ്രജാലം ച മായാ വൈ കുഹകാവാഭിഭീഷണ ആത്തശസ്ത്രസ്യ സംഗ്രാമേ വഹന്തി പ്രതിഗർജനാഃ. അങ്ങയുടെ കയ്യിൽ കുറെ ചെപ്പടി വിദ്യയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം കൃഷ്ണ. ഈ ഇന്ദ്രജാലം, മഹേന്ദ്രജാലം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് കൃഷ്ണൻ മാത്രമൊന്നുമല്ല, പലരും അത് പഠിച്ചിട്ടുണ്ട്. ഞാനത് പഠിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എന്താ കാരണം? ഞാനൊരു ക്ഷത്രിയനാ. എൻ്റെ യോഗ്യത മുഴുവൻ കാണിക്കേണ്ടത് അമ്പും വില്ലും ഗദയും എടുത്ത് പ്രയോഗിക്കുന്നതിലാണ്. അതിൽ ഈ ദുര്യോധനൻ ഒരു കാലത്തും പിന്നാലെ വരില്ല. എന്നെ പഠിപ്പിച്ച ദ്രോണൻ അതിനുള്ള സർവ്വവിദ്യകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവനുമാണ് ഞാൻ. അങ്ങ് കാണിച്ചു തന്ന ഇന്ദ്രജാലമുണ്ടല്ലോ, അതുമാതിരി കുഹകാവാഭിഭീഷണ, മനുഷ്യരെ പേടിപ്പിക്കാനുള്ള ചില സ്വരൂപങ്ങൾ. സാധാരണ മനുഷ്യർക്ക് ഒരു ശരീരം, രണ്ട് കയ്യ്, ഒരു തല, ഒരു മൂക്ക്, രണ്ട് കണ്ണൊക്കെയാ. അങ്ങ് എന്ത് ചെയ്യണു? ഇന്ദ്രജാലത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിക്കണു. ഇതങ്ങോട്ട് കാണിച്ചാൽ പലരും പേടിക്കുന്നതാണ് അങ്ങടെ വിചാരം. പക്ഷേ പേടിക്കുന്നവനല്ല ഈ ചെപ്പിടി വിദ്യ കൊണ്ട് ദുര്യോധനൻ എന്ന് മനസ്സിലാക്കാൻ ഉള്ള സമയമായിരിക്കുന്നു. ആ അത്തശസ്ത്രസ്യ സംഗ്രാമേ വഹന്തി പ്രതിഗർജനാഃ. ഈ മാതിരിയുള്ള ചെപ്പിടി വിദ്യയും ഇന്ദ്രജാലവും പലതരത്തിലുള്ള മുഖം കാണിക്കലും ഒക്കെ ഉണ്ടല്ലോ. ഇത് എവിടം വരെ എന്ന് ചോദിച്ചാൽ ആത്തശസ്ത്രസ്യ സംഗ്രാമേ, അസ്ത്രവും ശസ്ത്രവും വേണ്ടതുപോലെ ഉൾക്കൊണ്ട് പടക്കളത്തിൽ, തേരിൽ യുദ്ധം ചെയ്യാൻ ശരിക്ക് വന്ന് നിന്ന് ആ ഘട്ടം വരെ അങ്ങയുടെ ഈ ഇന്ദ്രജാലവും മായയും ഒക്കെ തണക്കുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇത് നടക്കില്ല. അപ്പോൾ ഒരു ശസ്ത്രധാരിയായ ഒരു പടയാളി വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഗർജനവും പ്രതിഗർജനവുമാണ്. ഈ മാതിരിയുള്ള രൂപവും കോലാട്ടം കൊണ്ടൊന്നും നടക്കില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ.
ശരിയായ ഒരു ശത്രു, നമ്മളെ നേരിടാനുള്ള ഒരുത്തൻ അസ്ത്രശസ്ത്രങ്ങളോടുകൂടി പടക്കളത്തിൽ വന്ന് നിൽക്കുന്നത് വരെ ഈ ചെപ്പിടി വിദ്യയൊക്കെ ആയിക്കോട്ടെ. ആ ചെപ്പിടി വിദ്യ ഒന്നും കൂടി പ്രയോഗിച്ചു നോക്കൂ, എന്തുണ്ടാവും ദുര്യോധൻ്റെ കയ്യിൽ നിന്ന് എന്ന് ആലോചിച്ചോളൂ. അന്ന് ഞാൻ മിണ്ടാതെ ഇരുന്നത് ഒരളവ് വരെ എൻ്റെ ആതിഥേയ മര്യാദയുടെ പേരിൽ സ്വയം അടങ്ങിയതാണ്. ഇന്നിപ്പോൾ ഞാൻ അടങ്ങാനല്ല പോകുന്നത്. എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് കൃഷ്ണ പരമാവധി പരിശ്രമിച്ചോളൂ എന്ന്. ഘാതയിത്വാ പ്രദാസ്യാമി പാർത്ഥേഭ്യോ രാജ്യമുത്തമം ആചചക്ഷേ ച മേ സർവം സഞ്ജയസ്തവ ഭാഷിതം. ഘാതയിത്വാ പ്രദാസ്യാമി പാർത്ഥേഭ്യോ രാജ്യമുത്തമം ആചചക്ഷേ ച മേ സർവം സഞ്ജയസ്തവ ഭാഷിതം. കൃഷ്ണൻ പറഞ്ഞില്ലേ? ഇല്ല എന്ന് പറയാൻ എന്നോട് തയ്യാറുണ്ടോ? പറഞ്ഞ വാക്കാണ്. ഘാതയിത്വാ പ്രദാസ്യാമി പാർത്ഥേഭ്യോ രാജ്യമുത്തമം. എതിർപക്ഷത്തിലുള്ളവരെ മുഴുവനും കൊന്നൊടുക്കി ഉത്തമമായ രാജ്യം പാർത്ഥന്മാർക്ക് വേണ്ടി ഞാൻ കൊടുക്കാം എന്ന് അങ്ങ് പറഞ്ഞില്ലേ അവരോട്? ഈ വർത്തമാനം സഞ്ജയൻ എന്നെ അറിയിപ്പിക്കുകയുണ്ടായി. സഞ്ജയനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങ് പക്ഷഭേദമുള്ള ആളാണ്. അവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ പേരിൽ അന്ന് ചെപ്പിടി വിദ്യ കാണിച്ചു, ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇന്നിപ്പോൾ അതേ ചെപ്പിടി വിദ്യ കാണാൻ കണ്ണു തുറന്നിരിക്കുക ഞാൻ. അങ്ങ് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങളെയൊക്കെ കൊന്ന് രാജ്യം കൊടുക്കാം. ആചചക്ഷേ ച മേ സർവം സഞ്ജയസ്തവ ഭാഷിതം. സഞ്ജയൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. യുദ്ധ്യസ്വാദ്യരണേ യത്തഃ പശ്യാമഃ പുരുഷോ ഭവ യസ്തു ശത്രുമഭിജ്ഞായ ശുദ്ധം പൗരുഷമാസ്ഥിതഃ. യുദ്ധ്യസ്വ അദ്യ രണേ യത്തഃ പശ്യാമഃ പുരുഷോ ഭവ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ? പാണ്ഡവന്മാരോടും കൃഷ്ണനോടും പറയാനുള്ളത് എന്താ? യുദ്ധ്യസ്വ, പടപൊരുതു, യുദ്ധം ചെയ്യൂ. രണേ യത്തഃ, നല്ല ഉത്സാഹത്തോടുകൂടി തീവ്രമായി യത്നശാലികളായി. പശ്യാമഃ പുരുഷോ ഭവ. പൗരുഷം എന്നൊന്ന് ക്ഷത്രിയന്മാരിൽ ക്ഷത്രിയ സ്ത്രീ പ്രസവിച്ചവരിലുണ്ട്. ആ പൗരുഷത്തിൻ്റെ ഒരു പ്രദർശനം കാണണം. യുദ്ധത്തിൽ നിങ്ങളാണ് മേലെ എന്നുണ്ടെങ്കിൽ ഞാനത് കണ്ട് സന്തോഷിക്കാം. അല്ല, നിങ്ങൾ മേലെ അല്ലെങ്കിലോ അമ്പ് ചെയ്ത് താഴെ ഇടും ചെയ്യും ഞാൻ. അപ്പം എനിക്ക് കാണേണ്ടത് അതാണ്. യസ്തു ശത്രുമഭിജ്ഞായ ശുദ്ധം പുരുഷമാസ്ഥിത. ശത്രുക്കളുടെ ബലാബലം മനസ്സിലാക്കി ശരിക്ക് പൗരുഷം ഉപയോഗിച്ച് പടപൊരുതുന്നവനാണ് ശരിയായ ക്ഷത്രിയൻ. അപ്പം ക്ഷത്രിയത്തിൻ്റെ പൗരുഷം ചെപ്പിടി വിദ്യ കാണിക്കുന്നതിലല്ല, അന്ന് കാണിച്ചതുപോലെ. നേരെ മറിച്ച് പടക്കളത്തിലും യുദ്ധഭൂമിയിലും വന്ന് അവരവരുടെ വീര്യം, പരാക്രമം, അസ്ത്രശസ്ത്ര നൈപുണ്യം ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നതിലാണ് ശരിയായിട്ടുള്ള പൗരുഷം. അകസ്മാച്ചൈവതേ കൃഷ്ണ ഖ്യാതം ലോകേ മഹദ്യശഃ അദ്യേതാനീം വിജാനീമഃ സന്തി ഷണ്ഡാഃ സശൃംഗകാഃ. അകസ്മാച്ചൈവതേ കൃഷ്ണ ഖ്യാതം ലോകേ മഹദ്യശഃ. കൃഷ്ണന് ഈ ലോകത്തിൽ വലിയ ഒരു ഖ്യാതി കിട്ടിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഒരു കാരണവും ഞാൻ നോക്കിയിട്ട് ഇതിന് കാണുന്നില്ല. അകസ്മാത അത് കിട്ടിയിരിക്കുന്നത്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ലോട്ടറി കിട്ടുന്നത് പോലെ അങ്ങയെ പറ്റി എല്ലാവരും നല്ലത് പറഞ്ഞൊരു ഖ്യാതി കിട്ടിയിട്ടുണ്ട്. അദ്യേതാനീം വിജാനീമഃ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. സന്ധി ഷണ്ഡാഹ സശൃംഗകാഹ. പുരുഷചിഹ്നമുള്ള ചില ഷണ്ണന്മാരുണ്ട് ലോകത്തിൽ. അങ്ങയുടെ ഈ ഖ്യാതിക്ക് ഒരു വിലയില്ല. മനുഷ്യരിങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. അന്ന് അങ്ങ് വന്ന് പറഞ്ഞു, കേൾക്കാനുള്ളത് ഞാനും കേട്ടു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് അവിടെ ഒരു ചെപ്പിടി വിദ്യ കാണിച്ചുവല്ലോ, വിശ്വരൂപം എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്താ? അന്ന് അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഞാൻ കെട്ടാൻ പുറപ്പെട്ടപ്പോൾ എന്നെ എതിർക്കുക വേണ്ടത്. കെട്ടാൻ ഞാൻ പുറപ്പെട്ടു, കൃഷ്ണൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിലൊരു വടംവലി ഉണ്ടായി. ഒന്നുമില്ലെങ്കിൽ ഒരു ദ്വന്ദ്വയുദ്ധം നടന്നു. അങ്ങയ്ക്കും സന്തോഷം, എനിക്കും സന്തോഷം. അതൊന്നും അല്ലല്ലോ. ഇങ്ങനെ നിൽക്കണ കൃഷ്ണൻ വലുതായി എന്ന് കാണിച്ചു. ഇത് പെരുംഭൂതം കാണിക്കുന്ന മാതിരി. ഇങ്ങനെയാണോ മനുഷ്യർ പുറപ്പെടുക? ഇത് ഷണ്ണന്മാർക്ക് യോജിക്കുന്നതാണ്, പൗരുഷമുള്ളവർക്ക് യോജിക്കുന്നതല്ല. അകസ്മാച്ചൈവതേ കൃഷ്ണ ഖ്യാതം ലോകേ മഹദ്യശഃ അദ്യേതാനീം വിജാനീമഃ സന്ധി ഷണ്ഡാഃ സശൃംഗകാഃ. ഇങ്ങനെ ചൊടിപ്പിച്ചിട്ടുള്ള വർത്തമാനമാണ് ദുര്യോധനൻ. ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു?
അവിടെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമകാഹ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രം എന്ന് പറയുന്ന കുരുക്ഷേത്രത്തിൽ വന്നു നിന്ന് ഇപ്പൊ കുരുക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു ആര്? ദുര്യോധനും ഭീഷ്മനും സേനയും എല്ലാവരും. അവിടുന്ന് അവസാനമായി ഉലൂകനെ പറഞ്ഞയക്കുകയാണ് പ്രകോപിപ്പിച്ചുകൊണ്ട്. ഒരു മനുഷ്യനെ എന്ത് സംസാരിക്കാൻ പാടില്ലയോ അതും എന്ത് സംസാരിക്കാനാകുമോ അതും ഇതെല്ലാം അവിടെ പ്രദർശിപ്പിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ ദുര്യോധനന്റെ പക്ഷം എങ്ങനത്തതാണെന്ന്? പക്ഷേ ലോകമാണെങ്കിൽ അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയുള്ള ദുര്യോധനെ സപ്പോർട്ട് ചെയ്യാൻ പിന്താങ്ങാൻ അന്ന് 11 അക്ഷൗഹിണി സേനയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ആൾക്കുമുണ്ട് പിൻബലം. ആ പിൻബലം മുഴുവൻ ഉള്ളപ്പോൾ അതിനെ നേരിടാൻ ഇപ്പുറത്ത് യുധിഷ്ഠിരന് സാധിക്കുമോ സാധിക്കില്ലയോ എന്നാണ്. അതിനുള്ള മറുപടി മഹാഭാരതത്തിൽ മുഴുവൻ പറയണത് എന്താ? യതോ ധർമ്മസ്തതോ ജയ, യതോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. ആ ധർമ്മത്തിൽ നിന്ന് വേണം നമുക്ക് എല്ലാം കിട്ടാൻ. അപ്പൊ ദുര്യോധനൻ ഇങ്ങനെ പറയുന്നത് വഴി പ്രദർശിപ്പിക്കുന്നതും പ്രകടമാക്കുന്നതും എന്താ? തൻ്റെ തെറ്റായിട്ടുള്ള നില, ആ കൊടിയ അധർമ്മം, പാപം, അതാണ് പ്രദർശിപ്പിക്കുന്നത്. അത് പടക്കളത്തിൽ ധർമ്മക്ഷേത്രമായതുകൊണ്ട് അത് കൂടുതലും പ്രകാശപ്പെടുക, കൂടുതലും പ്രകടമാവുകയാണ്. അപ്പം ആർക്കും ഒരു സംശയവും ഇല്ല. ഇത്രയും പറഞ്ഞു കേട്ടാൽ യുധിഷ്ഠിരൻ്റെ മനസ്സിന് പിന്നെ എന്തെങ്കിലും ഒരു ബാക്കി ശങ്ക ഉണ്ടാവുമോ? ഈ യുധിഷ്ഠിരൻ്റെ മനസ്സ് എങ്ങനെയാ? ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിചാരം യുദ്ധം കൂടാതെ കഴിക്കണം, രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം എന്നാണ് വിചാരം. അപ്പം അതും കൂടി വഴിയില്ല എന്ന് പറഞ്ഞ് തെളിയിപ്പിക്കാനാണ് ഈ സന്ദേശവുമായിട്ട് ഉലൂകൻ അവിടെ ചെന്നത്. ഈ ഉലൂകൻ ഓരോരുത്തരോടും പറയുകയാണ്. അർജുനനോട് പറയണം, ഭീമനോട് പറയണം. ഇനി പറയുന്നത് ഭീമനോടാണ്. പ്രതിജ്ഞാതം സഭാമധ്യേ ന തന്മിഥ്യാത്വയാ പുര ദുശാസനസ്യ രുധിരം പീയതാം യതി ശക്യതേ. എടോ പൊണ്ണത്തടിയൻ ഭീമ, തന്നോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? പ്രതിജ്ഞാതം സഭാമധ്യേ, വലിയൊരു കുരുസദസ്സായിരുന്നു അവിടെ. ചൂതൊക്കെ കളിഞ്ഞിട്ട് അതിൽ തോറ്റുമല്ലോ നിങ്ങൾ. ആ തോറ്റ സമയത്ത് ദ്രൗപദിയെപ്പോലും പന്തയം വെച്ച് നശിച്ചു എല്ലാം. ആ സമയത്ത് ദ്രൗപദി ഞങ്ങളുടെയായി പിടിച്ചു വലിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. എന്താ വലിക്കാൻ കാരണം? വിളിച്ചപ്പോൾ വന്നില്ല. വിളിച്ചാൽ ദാസിമാർക്ക് വരേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, വേറെ പോംവഴിയില്ലല്ലോ. അത് വരാൻ കൂട്ടാക്കാതെ ദുസ്തർക്കമൊക്കെയായി മുൻപിൽ തടുത്തു നിന്നപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് കൂട്ടാക്കിയില്ല. പിടിയും വലിയായി. സാധാരണ അങ്ങനെയല്ലേ? ഒരു പോലീസുകാരൻ കള്ളനെ പിടിക്കാൻ ചെന്ന് വരടോ കയറിടോ ജീപ്പിൽ എന്ന് പറഞ്ഞ് അയാൾ കയറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? വെറ്റിലി മടക്കി നാളികേരമൊക്കെ വെച്ച് മാലയൊക്കെ വെച്ച് കാലിൽ വീണ് നമസ്കരിക്കുക ചെയ്യുക. പിടിച്ചങ്ങോട്ട് ബലായിട്ട് കയറ്റും. അതേമാതിരി ദ്രൗപദിയെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. വലിക്കേണ്ട ആവശ്യം എന്താ? വരാൻ കൂട്ടാക്കിയില്ല. അപ്പം പിന്നെ എന്താ ചെയ്യുക? കയ്യല്ലല്ലോ കടന്ന് പിടിച്ചതെന്ന് നിങ്ങൾ സമാധാനിക്കുക വേണ്ടു. തലമുടിയാണല്ലോ പിടിച്ചത്. തലയ്ക്കൊരു നിർജീവത്വം ഉണ്ടല്ലോ. ആ തലമുടി പിടിച്ചാൽ ശരീരം അറിയാൻ പോണില്ല. കയ്യിൽ പിടിച്ചാൽ തൊട്ടൂന്ന് ദേഹം മുഴുവൻ തൊട്ട മാതിരി തോന്നും. അങ്ങനെ പിടിച്ചു വലിച്ചു. അത് അവസാനം വരെ ആ ദ്രൗപദി തടഞ്ഞു നിർത്തി പ്രതിരോധം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ സമയത്ത് പലതും പറയുണ്ടായി. അതിൽ പൊണ്ണത്തടിയനായ ഭീമൻ പറഞ്ഞതെന്താ? പ്രതിജ്ഞാതം സഭാമധ്യേ ന തന്മിഥ്യാ ത്വയാ പുര. ഈ പിടിച്ചു വലിച്ച ദുശാസനന്റെ കൈകൾ അടക്കം ആ ദുശാസനെ ഞാൻ കൊന്ന് പിച്ചി കീറി മാന്തി ആ ചോരയെടുത്ത് കുടിക്കും. ആ ചോര പുരണ്ട കൈകൾ കൊണ്ട് ദ്രൗപദിയുടെ തലമുടി ഞാൻ മുടിഞ്ഞു കൊടുക്കും. അതുവരെ ആ സ്ത്രീ തലമുടിയില്ല എന്നൊക്കെ അവിടെ പ്രതിജ്ഞ ചെയ്തുല്ലോ. ഇതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ അധികം ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ട്. അപ്പം അന്ന് ആ പ്രതിജ്ഞ ചെയ്യുക എല്ലാവർക്കും കഴിയും. എന്താ? ദേഷ്യം അങ്ങോട്ട് വരുമ്പോൾ ഒരു വാക്കങ്ങോട്ട് പറയുക. സ്നേഹം തോന്നുമ്പോൾ പല വാഗ്ദത്തങ്ങളും തരാം എന്ന് പറയുന്നത് പോലെ ദേഷ്യം വരുമ്പോൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയാൻ എല്ലാവർക്കും സാധിക്കും. വായ കൊണ്ട് പറയാൻ 1/2 മിനിറ്റ് 1 മിനിറ്റേ വേണ്ടൂ. ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തീർക്കണമെങ്കിൽ അതുമാതിരി എളുപ്പാവില്ല. അതുകൊണ്ട് പൊണ്ണത്തടിയൻ ഭീമനോട് പറയേണ്ടത് എന്താ? ദുശാസനസ്യ രുധിരം പീയതാം യതി ശക്യതേ. ആ രക്തം പൊളിച്ചെടുത്ത് അതെടുത്ത് കുടിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അതങ്ങോട്ട് കുടിച്ചോളൂ. ആ പറഞ്ഞ വാക്ക് സാർത്ഥകമാക്കി തീർക്കുക, ശരിയാണെന്ന് വരുത്തുക. ഇതാണ് താൻ ഈ സമയത്ത് വേണ്ടത്. ഇതാരാ പറഞ്ഞയക്കണത്? ദുര്യോധനൻ. നോക്കൂ, ദുഷ്ടന്മാരുടെ മനസ്സിൽ ആ ദുഷ്ടതയ്ക്കനുസരിച്ച് സമുദ്രത്തിലെ തിരമാലകൾ പോലെ ആ
ക്രൂരമായതും നികൃഷ്ടമായതും കഠോരമായതും കഠിനമായതുമായ ചിന്തകൾ ഇങ്ങനെ വന്ന് അല്ലതല്ലി കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ കയറിയാലേ അവർക്ക് ആ ദുഷ്ടതയിൽ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. പ്രകൃതി ഒരു നിലയ്ക്ക് അതിന് അനുകൂലമാണെന്ന് പറയണം. അതേ സമയത്ത് ഈ ദുഷ്ടതയെ മുഴുവൻ നേരിടാനുള്ള ശിഷ്ടഹൃദയങ്ങളിലോ അതിനനുസരിച്ച സ്ഥൈര്യവും സമാധാനവും ഒരു കമ്പോഷറും ഒക്കെ അതിലുണ്ടാവും വേണം. ഒരു ഭാഗത്ത് ഇത് നല്ലതോ ചീത്തയോ എന്ന് നിങ്ങൾ തന്നെ വിലമതിച്ചോളൂ. യുദ്ധത്തിന് തലേ ദിവസമാണ്. ദുശാസന് ഒരു തരത്തിലും ഭയം തന്നെ കീഴടക്കാതെ വീര്യവും പരാക്രമവും തന്നെ തിളച്ച് പൊന്തണം മനസ്സിൽ. ആ തിളച്ച് പൊന്തണം എന്നുണ്ടെങ്കിൽ ഈ മാതിരിയുള്ള ക്രൂരമായ വാക്കുകൾ പറയണം. ശത്രുവിൻ്റെ മുൻപിലെ ആഹ്വാനങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉയർത്താൻ പറ്റുള്ളൂ. അവരവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക, താൻ തൻ്റെ രാജധാനിയിലാണ്. അപ്പോൾ എന്തു വേണം അവർക്ക്? ഒരു ദൂതനെ പറഞ്ഞയച്ച് ദൂതനോട് പറയുകയാണ്, ശത്രു അടുത്തില്ലല്ലോ. പ്രതിജ്ഞാതം സഭാമധ്യേ ന തന്മിഥ്യാ ത്വയാ പുര ദുശാസനസ്യ രുധിരം പീയതാം യതി ശക്യതേ. ഇത് നടന്നത് എപ്പോഴാ? 13 കൊല്ലം മുൻപാണ്. ആ 13 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞതിൻ്റെ ആ ചൊടിയും വീര്യവും അതൊക്കെ പോയി എന്ന് വിചാരിക്കരുത്. എൻ്റെ മനസ്സിലത് നല്ല ഓർമ്മയുണ്ട്. നിറഞ്ഞ സദസ്സാണ് അത് കേട്ടിരിക്കുന്നത്. അപ്പം ആ പറഞ്ഞ കാര്യം വേണ്ടതുപോലെ ചെയ്യാനുള്ള സമയമായി. ത്വം ഹി ഭോജ്യേ പുരസ്കാര്യോ ഭക്ഷ്യേ പേയേ ച ഭാരത ക്വ യുദ്ധം ക്വ ച ഭോക്തവ്യം യുദ്ധസ്വ പുരുഷോ ഭവ. വൃകോദര, ഒരു കാര്യം നല്ലോണം മനസ്സിലാക്കണം. ത്വം ഹി ഭോജ്യേ പുരസ്കാര്യ. എത്ര കൊടുത്താലും തിന്നും വൃകോദരന. ഭീമന് ചോറ് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. അത്ര ഒരു വയറാ. എത്ര വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിക്കുന്നതിലും കുടിക്കുന്നതിലുമെല്ലാം നീ കെങ്കേമനാണ്, തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്, ഭക്ഷണം കഴിക്കുന്നവരിൽ വെച്ച് അഗ്രേസരനാണ് എന്നൊരു പേരുണ്ട്. ക്വയുദ്ധം ക്വച ഭോക്തവ്യം. അവിടെ അടുത്ത് ഒരു ശത്രുവോ എതിർപ്പോ ആക്രമണമോ ഒന്നുമില്ല. ഒരാളിങ്ങനെ ചോറ് വിളമ്പി തന്നു, കറികളും തന്നു, നെയ്യും ഒഴിച്ചു, പായസവും തന്നു. ഇതങ്ങോട്ട് ഭംഗിയായിരുന്നു കഴിക്കേ വേണ്ടൂ. തരുന്നവർക്ക് കഴിക്കണം എന്നാണ് വിചാരം. ഊണ് കഴിക്കുന്നവനോ കഴിക്കണം എന്നാണ് വിചാരം. അപ്പം അത് സ്നേഹത്തോടു കൂടി സൗഹാർദ്ദമായ ഒരു അന്തരീക്ഷത്തിൽ പരസ്പരം സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിലാണ് കൊടുംതീനി എന്നൊരു പേര് നിനക്ക് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടിയിട്ടുള്ള പേര് പോലെയല്ല. ത്വം ഹി ഭോജ്യേ പുരസ്കാര്യോ ഭക്ഷ്യേ പേയേ ച ഭാരത ക്വ യുദ്ധം ക്വ ച ഭോക്തവ്യം. ഊണ് കഴിക്കാൻ ഇലയുടെ മുൻപിലിരിക്കുന്നത് പോലെയല്ല. പടക്കളത്തിൽ സമാനന്മാരായ യോദ്ധാക്കന്മാരുടെ മുൻപിൽ അങ്ങും ഇങ്ങും അമ്പ് പ്രയോഗിക്കാൻ ഫ്രീ ആയിട്ട് തയ്യാറായിട്ടുള്ളവരുണ്ടല്ലോ, അവരുടെ മുൻപിൽ തൻ്റെ പരാക്രമം കാണിക്കുന്നത് ഇല നിറച്ച് വിളമ്പി വാരി തിന്ന് തീർക്കുന്ന പോലെയല്ല. അതുപോലെയല്ല ഇത്. ക്വ യുദ്ധം, എവിടെയാണ് യുദ്ധം? ക്വചഭോക്തവ്യം, ഊണ് കഴിക്കൽ എവിടെയാ? യുദ്ധസ്വ പുരുഷോ ഭവ. അന്ന് ആ പറഞ്ഞ വാക്ക് പരിപാലിക്കണമെങ്കിൽ ഇലയുടെ മുൻപിലിരുന്ന് സുഖമായിട്ട് ഉണ്ണുന്നത് പോലെയുള്ള ഒരു കൃത്യമല്ലാതെ പടക്കളത്തിൽ വന്ന് പട ചെയ്യൂ, യുദ്ധം ചെയ്യൂ, അതാണ് ആവശ്യം. ശയിഷ്യസേ ഹതോ ഭൂമൗ ഗദാം ആലിംഗ്യ ഭാരത തദ്വൃഥാ ച സഭാമധ്യേ വൽഗിതം തേ വൃകോദര. ശയിഷ്യസേ ഹതോ ഭൂമൗ ഗദാം ആലിംഗ്യ ഭാരത. പടക്കളത്തിൽ താനങ്ങോട്ട് വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ? ശയിഷ്യസേ ഹതോ ഭൂമൗ, പ്രാണൻ പോയി താഴത്തങ്ങോട്ട് കിടക്കും, ഉണങ്ങിയ വടി പോലെ. ഗദാം ആലിംഗ്യ ഭാരത, കയ്യിൽ ഗതയുണ്ടാവാം, അത് കെട്ടിപ്പിടിച്ചിട്ട് ആവും പോണത് ഗതയോടുള്ള സ്നേഹം കൊണ്ട്. ആ ഗത പ്രയോഗിച്ച് ശത്രുക്കളെ തട്ടിത്തകർക്കാൻ സാധിക്കാത്തൊരു നിലയാണ് വരിക. തദ്വൃഥാച സഭാമധ്യേ വൽഗിതം തേ വൃകോദര. ഇതാണ് ഉണ്ടാവുക. അത് ഉണ്ടാവുന്നതോടുകൂടി ആ സഭാമധ്യത്തിൽ വെച്ച് എല്ലാവരും കേക്കച്ചൊല്ലി പറഞ്ഞത് മുഴുവനും വൃഥാ പറച്ചലായിത്തീരും. അതിന് ഇനി അധികം സമയമില്ല. നാളെ കാലത്ത് യുദ്ധം തുടങ്ങാൻ പോവാണ്. ഈ രാത്രി എൻ്റെ മനസ്സിലുള്ള വിചാരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പേടിത്തൂറിയൊന്നുമല്ല ഞാൻ, നല്ല ഭയപ്പെട്ട് പിൻവാങ്ങുന്നവനല്ല, നല്ല ചൊടിയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്, ആലോചിച്ചിട്ടാണ്. യുദ്ധം ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പരിഹാസമായിട്ട് ചിരിച്ചുകൊണ്ട് ദുര്യോധനൻ തുടർന്ന് പറയുകയാണത്രേ. ഏവമുക്ത്വാ തതോ രാജ പ്രഹസ്യോ ലൂകമു അബ്രവീത് ധനഞ്ജയം പുനർബ്രൂഹി വാസുദേവസ്യ ശൃണ്വതഃ. ഇത്രയുമാണ് എനിക്ക് ഭീമനോട് പറയാനുള്ളത്. ഇനി ഭീമനോട് പറഞ്ഞ് മാത്രം നിർത്തരുത്. അവിടെ അർജുനൻ വലിയൊരു വില്ലാളി വീരനാ. ഭീമൻ പലതും പ്രതിജ്ഞ ചെയ്തു സഭാമധ്യത്തിൽ. ദ്വന്ദ്വയുദ്ധത്തിലാണ് കേമൻ, ഗദായുദ്ധത്തിലാണ് കേമൻ. അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രയോഗിക്കുന്നതിൽ അർജുനന് തുല്യനായിട്ട് ആരുമില്ല എന്നുള്ളതൊരു വാസ്തവമാണ്.
അപ്പൊ ആ വില്ലാളി വീരനായിരിക്കുന്ന അർജുനനോട് പ്രത്യേകിച്ചും പറയണം. അതെങ്ങനെ പറയണം? പറയണത് ഓരോ അക്ഷരവും വാക്കും കൃഷ്ണൻ അവിടെ കേൾക്കണം. അപ്പൊ കൃഷ്ണൻ കേട്ടുകൊണ്ടിരിക്കെ ധനഞ്ജയം പുനർബ്രൂഹി വാസുദേവസ്യ ശൃണ്വതഃ. കൃഷ്ണനെ കേൾക്കച്ചൊല്ലി വേണം ധനഞ്ജയനോട് സംസാരിക്കാൻ. അസ്മാൻ വാ ത്വം പരാജിത്യ പ്രശാധി പൃഥിവീമിമാം അഥവാ നിർജിതോസ്മാഭി രണേ വീര ശയിഷ്യസി. അസ്മാൻ വാ ത്വം പരാജിത്യ പ്രശാധി പൃഥിവീമിമാം. അർജുനൻ വില്ലാളി വീരനാണല്ലോ. വില്ലാളി വീരനായിരിക്കുന്ന ഒരു യോദ്ധാവിന് പടക്കളത്തിൽ ചെന്നാൽ എന്താ സംഭവിക്കുക? ശത്രുക്കളെ കൊല്ലും, അവരെ കീഴടക്കും, വിജയശ്രീയിൽ ആളിതനാകും. അവനവൻ്റെ രാജ്യം ഭംഗിയായി എതിർപ്പില്ലാതെ ഭരിച്ച് സുഖസമൃദ്ധിയോടുകൂടി വാഴും. അതുകൊണ്ട് അർജുന, നിന്റെ മുൻപിൽ രണ്ടാണ് പോംവഴികൾ. ഒന്നിലോ പടക്കളത്തിൽ വന്ന് ശത്രുക്കളായ ഞങ്ങളെയൊക്കെ കൊന്നതിന് ശേഷം വിജയശ്രീയിൽ ആളിതനായി ജീവിച്ചോളൂ. അതല്ലെങ്കിലോ അഥവാ നിർജിതോസ്മാഭിഹി രണേ വീര ശയിഷ്യസി. അല്ലെങ്കിലോ സംശയിക്കേ വേണ്ട, ഞങ്ങൾ തന്നെ കൊല്ലും. തൻ്റെ ശരീരം അവിടെ ശവമായിട്ട് കിടക്കും. ആ ഏറ്റവും വലിയ വില്ലാളി വീരനായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ, ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ വില്ലാളി വീരൻ്റെ ശവം ഇതാ കിടക്കണു എന്ന് പറഞ്ഞ് എല്ലാവർക്കും കാണാൻ പറ്റും. ഇങ്ങനെ രണ്ട് പോംവഴിയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി സംസാരിക്കേണ്ട, ആലോചിക്കേണ്ട, സംശയിക്കേണ്ട, ഒരു വിധത്തിലുള്ള അനുഭാവവും മനസ്സിൽ തോന്നണ്ട. പടക്കളത്തേക്ക് വരിക, പടപൊരുക. ഒന്നിലോ ഞങ്ങളാൽ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലുക. അതിനാദ്യമായി ഞങ്ങളെ കൊന്ന് വിജയം വരിച്ചോളൂ എന്നുള്ള കാര്യമാണ് മുമ്പ് പറയുന്നത്, ഒരു ഔദാര്യം കൊടുക്കുന്നത് പോലെ. അഥവാ നിർജിതോസ്മാഭിഹി രണേ വീരശയിഷ്യസി കൃഷ്ണായാശ്ച പരിക്ലേശം സംസ്മരൻ പുരുഷോ ഭവ യത്തദുക്തം മഹദ്വാക്യം കർമ്മണാ തദ്വിഭാവ്യതാം അകർമ്മണാ കഥിതേന സന്തഃ കുപുരുഷം വിദുഹു. അർജുനൻ സ്വയം ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങളാണ് ദുര്യോധനൻ അത് ഓർമ്മപ്പെടുത്തുക. അപ്പൊ ദുര്യോധന്റെ മനസ്സിൽ ഈർഷയും ശത്രുതയും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. ഇങ്ങനെയുള്ള മനുഷ്യർ കൂടിച്ചേർന്നതാണ് നമ്മുടെ ജനസമുദായം എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും നിങ്ങളോട് കയർക്കുമ്പോഴോ എതിർപ്പ് തോന്നിക്കുമ്പോഴോ ഈർഷ കാണിക്കുമ്പോഴോ മഹാഭാരതം എടുത്ത് വായിച്ചു നോക്കൂ. പാണ്ഡവന്മാർ കേട്ടതിലേറെ ഒരാൾക്കും കേൾക്കേണ്ടി വരില്ല. അങ്ങനെ പൂർവ്വകാലത്ത് ഇങ്ങനെ നടന്നു എന്ന് നമ്മൾ ഇതിഹാസത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ ധൈര്യം, ക്ഷമ, സഹനശീലം, സഹിഷ്ണുത, ഔദാര്യം ഇതെല്ലാം വർദ്ധിച്ചു വരും. നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് മഹാഭാരതം നിരത്തി വയ്ക്കുന്നത്. ഒരാളുടെ ഒരു ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഭവം നമുക്ക് സാധ്യമല്ല. എന്നാൽ ജനസമുദായത്തിലെല്ലാം സംഭാവ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വിസ്താരം കൂടും, ആഴം കൂടും, ഉയർച്ച കൂടും, സൗമ്യതയും സരളതയും എല്ലാം കൂടി വരും. കൃഷ്ണായാശ്ച പരിക്ലേശം സംസ്മരൻ പുരുഷോ ഭവ. കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലി. ആ പാഞ്ചാലി ദ്രൗപദി എത്ര മണിക്കൂർ നേരമാണ് ആ സഭാഗൃഹത്തിൽ തുറന്ന സഭയിൽ ദുശാസനന്റെ ഹസ്തങ്ങളിൽപ്പെട്ട് നിലത്ത് കിടന്ന് വലിച്ചു കൊണ്ടുവന്നപ്പോൾ അവിടെ ഉരുണ്ട് ഞാനിത് സഹിക്കില്ല, കൂട്ടാക്കില്ല, അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ദുശാസനന്റെ ആക്രമണത്തെ തടുത്ത് നിന്നൂല്ലോ. തടുത്ത് വായ കൊണ്ട് നിന്നതൊഴികെ അവൾക്ക് ദേഹം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ദാസിയായി തന്നെയാണ് ആ മണിക്കൂറുകൾ കഴിഞ്ഞുകൂടിയത്. ദുശാസനൻ തന്നെയായിരുന്നു അവളുടെ മാസ്റ്റർ, അവളുടെ യജമാനൻ. അങ്ങനെ കഷ്ടപ്പെട്ട് കുറേ നേരം എന്തൊക്കെയാണ് ആ സ്ത്രീ പുലമ്പിയത് നിങ്ങളുടെ ഭാര്യ. കൃഷ്ണായാശ്ച പരിക്ലേശം സംസ്മരൻ പുരുഷോഭവ. ഇത് തൻ്റെ ഭാര്യയാണ്, താൻ കല്യാണം കഴിച്ചവളാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിയത് എന്നുള്ള ആ വേദനയുണ്ടല്ലോ, അത് നല്ലോണം ഓർമ്മ വയ്ക്കണം അർജുന. അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. യത്തദുക്തം മഹദ്വാക്യം കർമ്മണാ തദ്വിഭാവ്യതാം. ആ സമയത്ത് പലതും പറയുണ്ടായി, ദ്രൗപദിയും പറയുണ്ടായി. ദ്രൗപദിയുടെ ഒരു തർക്കമായിരുന്നു അവിടെ. ആ തർക്കമെല്ലാം ഓർമ്മ വെച്ചോളൂ. അകർമ്മണാ കഥിതേന സന്തഃ കുപുരുഷം വിദുഹു. ആ സമയത്ത് നിന്റെ തന്നെ സഹോദരൻ ഭീമൻ എന്തൊക്കെയാ പറഞ്ഞത്? ആ പറഞ്ഞത് മുഴുവൻ വെറും പൊങ്ങച്ചത്തമാണോ? പൊങ്ങച്ചത്തം കാണിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. പറഞ്ഞാൽ മതിയോ വീരവാദങ്ങളും വീരവാക്കുകളും? ആ പറഞ്ഞതും ഓർമ്മ വയ്ക്കൂ. ഓർമ്മ വെച്ചിട്ട് പൊങ്ങച്ചന്മാരാകാതെ കാര്യമാത്രം പ്രസക്തിയോടുകൂടി പെരുമാറുക, സംസാരിക്കുക, അതിനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. അകർമ്മണ കഥ്യതേന സന്തഃ കുപുരുഷം വിദുഹു. പലതും നമ്മൾ വായ കൊണ്ട് പറയണു,
ആ പറഞ്ഞതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അവരാണ് കുപുരുഷന്മാർ. ആ കുപുരുഷനാവാതെ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണ്, പാണ്ഡവന്മാരുടെ മുഖത്തിൽ നിന്നോ അല്ല മറ്റു പ്രകാരത്തിലോ എന്തെല്ലാം പുറത്തു വന്നിട്ടുണ്ടോ അതെല്ലാം പ്രായോഗികമാക്കാനും സാർത്ഥകമാക്കാനും എല്ലാവിധത്തിലും ശക്തിയും തയ്യാറും ഊക്കം ഉണർവുമുള്ളവരാണ് ഞങ്ങൾ എന്ന് തെളിയിപ്പിക്കുകയാണ് ഇവിടെ ആവശ്യം. അപ്രിയാണാം ച വചനം പ്രബ്രുവത്സു പുനഃ പുനഃ അമർഷം ദർശയസ്വത്വം അമർഷോ ഹ്യേവ പൗരുഷം. അപ്രിയാണാം ച വചനം പ്രബ്രുവത്സു പുനഃ പുനഃ അമർഷം ദർശയസ്വ. നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല ഞങ്ങൾ സംസാരിച്ചത്. നിങ്ങളുടെ അടുത്ത് എതിർപ്പ്, അസഹിഷ്ണുത, കുശുമ്പ്, അസൂയ ഇതൊക്കെ വെച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ സംസാരിച്ചത്. അങ്ങനെ ഞങ്ങൾ പലതും സംസാരിച്ചു. ഞാൻ തന്നെ അർജുന നിന്നോട് പറഞ്ഞുല്ലോ, നിങ്ങളുടെ യജമാനനല്ല, യുധിഷ്ഠിരൻ ഞങ്ങളുടെ യജമാനനല്ല എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ എന്നോട് മറുപടി പറഞ്ഞത്? ഞാൻ പലതും കാണിച്ചു. എല്ലാവിധത്തിലും നിങ്ങളെ തീണ്ടാനും വിഷമിപ്പിക്കാനും പലതരത്തിലും പരിശ്രമിച്ചു. ആ പരിശ്രമിച്ചത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അതിനെ എപ്പോഴെങ്കിലും ഒരു അമർഷം ആ പറഞ്ഞ വാക്കുകളിൽ ഞങ്ങളത് സ്വീകരിക്കണില്ല എന്ന് പറഞ്ഞ ഒരു എതിർപ്പും പ്രതിരോധവും ദ്വേഷ്യവും ഉണ്ടല്ലോ. അത് കാണിക്കുമ്പോഴേ ഒരു ക്ഷത്രിയനായുള്ളൂ. ക്ഷത്രിയന്റെ ധർമ്മം എന്താ? തൻ്റെ ശരീരബലം എടുത്ത് ഉപയോഗിച്ച് സമുദായത്തിൽ എന്താണോ അനീതി നടക്കുന്നത്, അക്രമം നടക്കുന്നത്, ആ അക്രമികളെയും അനീതിക്കാരെയും ദേഹബലം കൊണ്ട് ഒതുക്കി നിർത്തുന്നതാണ് ക്ഷത്രിയന്റെ ധർമ്മം. ക്ഷതമേൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ക്ഷതമേൽപ്പിക്കാനുള്ള ഒരു സമയം ഇപ്പോൾ വന്നിരിക്കുക. തുറന്നുതാ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യുദ്ധം കൊണ്ട് മാത്രമേ നിങ്ങളുടെ രാജ്യം തിരിച്ചു കിട്ടുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. സൂചി കുത്താനുള്ള പഴുതുപോലും നിങ്ങൾക്ക് ഭൂമണ്ഡലത്തിൽ നിന്ന് ഞാൻ തരില്ല. നിങ്ങൾക്ക് രാജ്യം വേണമെങ്കിൽ ബലമായി യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിച്ച് ഞങ്ങളുടെ ശവശരീരത്തിൻ്റെ മുകളിൽ നിങ്ങൾ എന്തു വേണമെങ്കിൽ നടത്തിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അമർഷം ദർശയസ്വ ത്വം അമർഷോ ഹ്യേവ പൗരുഷം. ശരിയായിട്ടുള്ള ഒരു പൗരുഷം ക്ഷത്രിയന് തൻ്റെ അമർഷം, തെറ്റിനോടും തകരാറിനോടും തൻ്റെ മനസ്സിന് തോന്നുന്ന അമർഷം വ്യക്തമായി ശക്തമായി സുദൃഢമായി പ്രകടമാക്കുന്നതാണ്. ആ പ്രകടനത്തിനുള്ള ഒരു സമയം വന്നു കഴിഞ്ഞു, അത് കാണിക്കൂ എന്നാണ് അർജുനോട് പറയാൻ പറഞ്ഞത്. നാനാജനൗഘം യുധി സംപ്രവൃദ്ധം ഗാംഗം യഥാ വേഗമപാരണീയം മാം ച സ്ഥിതം നാഗബലസ്യ മധ്യേ യുയുത്സസേ മന്ദ കിമൽപബുദ്ധേ. നീ വിചാരിക്കുന്നുണ്ടാവും ദുര്യോധനോട് കൂടി പടപൊരുതുന്നത് ഞാനും എൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവവും ഉണ്ടെങ്കിൽ ഒക്കെ ശരിയായി, അതിൻ്റെ മുൻപിൽ ഈയാമ്പാറ്റ പോലെ വീഴാനുള്ളവർ മാത്രമേ ഉള്ളൂ എല്ലാവരും എന്നൊക്കെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവും. എന്നാൽ കാര്യം അങ്ങനെയല്ല. ഞാൻ വെറുതെ ഒന്നുമല്ല സംസാരിക്കുന്നത് അർജുന. നാനാജനൗഘം യുധി സംപ്രവൃദ്ധം ഗാംഗം യഥാ വേഗം അപാരണീയം. ജംബൂദ്വീപത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ എൻ്റെ പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ടുണ്ട്, അംബാസഡർമാർ. എല്ലാ സ്ഥലത്തും പോയി പറഞ്ഞറിയിപ്പിച്ച് എന്നെ അനുകൂലിക്കുന്നവരുടെ വലിയ ഒരു വൃന്ദം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അർജുനൻ നേരിടാൻ പോകുന്ന യുദ്ധം ഉപായപ്പെട്ടതാണെന്ന് വിചാരിക്കരുത്. ഒരു ദുര്യോധനെ അല്ല അവിടെ നേരിടേണ്ടത്. നാനാജനൗഘം യുധി സംപ്രവൃദ്ധം. ജംബൂദ്വീപത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഞാൻ സന്ദേശം അയച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ആനുകൂല്യങ്ങളും നേരിട്ടുള്ള സാന്നിധ്യവും സപ്പോർട്ടും ഒക്കെ തേടി പിടിച്ചിട്ടുണ്ട്. എന്താ സംഭവം? 11 അക്ഷൗഹിണി സേനയാണ് ദുര്യോധന്. അതിൻ്റെ എതിരെ 7 അക്ഷൗഹിണിയേ ഉള്ളൂ പാണ്ഡവന്മാർക്ക്. അപ്പോൾ 1.5-ലധികമായി പാണ്ഡവന്മാരിലെ സേനയുടെ 1.5 ഇരട്ടിയായി മറ്റുള്ളവർക്ക് ദുര്യോധനന്. അപ്പോൾ അത്രയധികം ജനങ്ങൾ എല്ലാവരും കൂടി നല്ല യുദ്ധപാഠവുമുണ്ട്, സാമർഥ്യമുണ്ട്, അതിരഥന്മാരുണ്ട്, രഥികളുണ്ട്, മഹാരഥന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടി വലിയ ഒരു യുദ്ധമാണ് നേരിടാൻ പോണത് അവിടെ. ഗാംഗം യഥാ വേഗമപാരണീയം. ഹിമാലയത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് കൂലം കുത്തി ഒഴുകുന്ന ഗംഗാനദി പോലെയുള്ള ഒരു സൈന്യ പ്രവാഹത്തെ ആവും അർജുന നീ നേരിടാൻ പോകുന്നത്. എവിടെ? കുരുക്ഷേത്രത്തിൽ. മാം ച സ്ഥിതം നാഗബലസ്യ മധ്യേ. അതിൻ്റെ ഉള്ളിൽ ഈ ദുര്യോധൻ എവിടെയാണ് നിൽക്കുന്നത്? ആനകളുടെ മധ്യത്തിലാണ്. എളുപ്പമൊന്നുമല്ല എൻ്റെ അടുത്ത് വരണതും എന്നെ തോൽപ്പിക്കണതും പടപൊരുതുന്നതും. മാം ച സ്ഥിതം നാഗബലസ്യ മധ്യേ യുയുത്സസേ മന്ദ കിമൽപബുദ്ധേ. നീ എന്താ വിചാരിക്കണത്? നിന്റെ ഒരു ഗാണ്ഡീവം കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാമെന്നാ വിചാരിക്കണത്? 11 അക്ഷൗഹിണി സേനയാണ് ഈ ദുര്യോധൻ്റെ പക്ഷത്തിൽ നിങ്ങൾ നേരിടുക. അപ്പോൾ ഒരു ഉപായപ്പെട്ട യുദ്ധമല്ല, ഇതും പ്രഥമമായി അഭൂതപൂർവമായിരിക്കുന്ന ഒരു യുദ്ധമാകും നേരിടുക.
അത് നേരിടാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെന്ന് ഒരു ഗാണ്ഡീവത്തിൻ്റെ പേര്, ഒരു പാശുപതാസ്ത്രത്തിൻ്റെ പേരിൽ ഇതങ്ങോട്ട് നേരിടാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അസംബന്ധം, അല്പബുദ്ധി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. യുയുത്സസേ മന്ദ കിമൽപബുദ്ധേ ജാനാമിതേ വാസുദേവം സഹായം ജാനാമിതേ ഗാണ്ഡിവം താലമാത്രം ജാനാമ്യഹം ത്വാദൃശോ നാസ്തി യോദ്ധ ജാനാനസ്തേ രാജ്യമേതദ് ഹരാമി. ദുര്യോധൻ്റെ വാക്കുകൾ ഇങ്ങനെയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ചില സത്യങ്ങളും പുറത്തേക്ക് വരും. അതാണല്ലോ ആരെവിടെ എന്ത് ചെയ്താലും സാധാരണ പറയും, കളവ് നടത്തിയാൽ ആ കള്ളൻ കളവിൻ്റെ തെളിവ് അവിടെ ഇട്ടുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ അത്ര. എത്ര സൂക്ഷിച്ച് തുടച്ചു പോയാലും കളവിൻ്റെ ആ തെളിവ് അവിടെ ഉണ്ടാവുന്നു. അതേമാതിരി ശരിയായിട്ടുള്ള സത്യവും ഇതിൻ്റെ ഇടയിൽ ഓരോ വാക്ക് അവിടെ ഇവിടെയായിട്ട് വരും. ജാനാമിതേ വാസുദേവം സഹായം, നിന്റെ പിന്നിൽ കൃഷ്ണനാണ്, അതും തേരാളിയായി തൊട്ടടുത്താണ്. എവിടെ? തേരിൽ. നീ പോകുന്നിടത്തൊക്കെ ഈ കൃഷ്ണനും ഉണ്ടാവും. ആ കൃഷ്ണൻ നമുക്ക് രണ്ടാൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവനാണെങ്കിലും കൃഷ്ണന് നിന്നോടൊരു സ്നേഹവും നിന്റെ പേരിൽ ഒരു അനുഭാവവും കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. ആ കൃഷ്ണബലം നിന്നെ ഏറ്റവും ബലിഷ്ഠനാക്കി തീർക്കുന്നു. ആ കൃഷ്ണൻ ഉണ്ട് എന്നുള്ള വർത്തമാനം എനിക്ക് നല്ലപോലെ അറിയാം. അർജുനനെ നേരിടുക എന്ന് പറഞ്ഞാൽ കൃഷ്ണ കൗശലത്തെ പോലും നേരിട്ട് കവച്ചു വയ്ക്കുക എന്നാണ് അർത്ഥം, എനിക്ക് നല്ലപോലെ അറിയാം. ജാനാമിതേ ഗാണ്ഡിവം താലമാത്രം, കരിമ്പന പോലെയുള്ള ഒരു ഗാണ്ഡീവവും നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഗാണ്ഡീവധാരിയായിരിക്കുന്ന അർജുനൻ എല്ലാം കൊണ്ടും അജയ്യനാണ്. ആ ഗാണ്ഡീവം മറ്റൊരു വില്ലുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെയല്ല ഗാണ്ഡീവം എടുത്ത് യുദ്ധം ചെയ്യുന്നത്. അപ്പം ഗാണ്ഡീവധാരിയായ നീ കൂടുതൽ ശക്തനാണെന്നും എനിക്കറിയാം. ജാനാമ്യഹം ത്വാദൃശോ നാസ്തി യോദ്ധ, നിന്നെപ്പോലെ നിനക്ക് സമാനനായ ഒരു യോദ്ധ ഇന്ന് ഭൂമിയിലില്ല എന്നുള്ള കാര്യവും എനിക്ക് നല്ല പോലെ അറിയാം. ജാനാനസ്തേ രാജ്യമേതദ് ഹരാമി, ഇത് മുഴുവനും നല്ല പോലെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള രാജ്യം തട്ടിപ്പറിച്ച് എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തട്ടിപ്പറിച്ചിരിക്കുകയാണ് എന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ ആര്? ദുര്യോധനൻ. അതാണ് ഞാൻ സത്യം എന്ന് പറഞ്ഞത്. ഈ ഹരാമി എന്നുള്ള വാക്ക്, ഹരിക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒരാളുടെ കയ്യിലുള്ള മുതൽ ആ ആളുടെ സമ്മതം കൂടാതെ സന്തോഷം കൂടാതെ നമ്മൾ തട്ടിയെടുക്കുമ്പോഴാണ് ഹരിക്കുക എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുക. കളവും ചതിയും ഒക്കെ അതാണ്. കട്ടുകൊണ്ടു പോവുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുതൽ ആ ആളുടെ സമ്മതം കൂടാതെ കാണാതെ തുറന്ന് പകൽ സമയത്ത് എല്ലാവരും കാണച്ചൊല്ലി കൊണ്ടുപോയി എന്നല്ല, സമ്മതത്തോടു കൂടി. അതല്ലാതെ അതാണല്ലോ ഈ കള്ളന്മാർ രാത്രി വരണത് കൂടുതലും. അവർ കാണാൻ അനുവദിക്കാതെയാണ്. എങ്ങാനും പിടിച്ചു പോയാലെന്ന് പറഞ്ഞ് ദേഹത്തിലൊക്കെ എണ്ണയൊക്കെ പുരട്ടിയിട്ടാണല്ലോ പോവുക, പിടിക്കാനും പറ്റരുതെന്ന് പറഞ്ഞ്. അപ്പം ഹരിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഹരിച്ചത്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരുന്നു. ഇത്രയധികം ക്ഷാത്ര പരാക്രമം ഓതിക്കൊണ്ട് വെല്ലുവിളിക്കുന്ന ദുര്യോധനൻ വാസ്തവത്തിൽ രാജ്യം അപഹരിക്കേണ്ടവനോ അതോ പടപൊരുതി തോൽപ്പിച്ച് ജയരൂപത്തിൽ കൈക്കലാക്കേണ്ടതോ? എന്നാലും ഞാൻ നിങ്ങളുടെ രാജ്യം അപഹരിച്ചിരിക്കുന്നു എന്നാ പറയണത്. ശൗര്യം വീര്യം ധൃതിസ്തേജ ത്യാഗ ആത്മജയ ക്ഷമ ബ്രഹ്മണ്യതാ പ്രസാദശ്ച രക്ഷാച ക്ഷത്രലക്ഷണം. ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ പറയുകയാണ്. 4 വർണ്ണവും 4 ആശ്രമവും ഒക്കെ വിവരിക്കുന്ന രംഗമാണ്. ശൗര്യം വീര്യം ധൃതി തേജ ത്യാഗ ആത്മജയ ക്ഷമ ബ്രഹ്മണ്യത പ്രസാദശ്ച രക്ഷാച ക്ഷത്രലക്ഷണം. ക്ഷത്രിയന്മാരുടെ ശരിയായിട്ടുള്ള ലക്ഷണം എന്താ? നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നത് ശൗര്യം, വീര്യം, നല്ല ഇച്ഛാശക്തി, മനസ്സിന് നല്ല തേജസ്, പ്രകാശം, ത്യാഗം, എല്ലാം എന്തും വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. ആത്മജയ, അവനവൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം നമ്മുടെ ഉള്ളിൽ. അങ്ങനെ നിയന്ത്രിത വ്യക്തിത്വമാകണം. ക്ഷമ, സഹനശീലം, ബ്രഹ്മണ്യത, ബ്രാഹ്മണഭക്തി, പ്രസാദശ്ച രക്ഷാച ക്ഷത്രലക്ഷണം. എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു തയ്യാറും അതിനുള്ള ഊക്കും തനിക്കുണ്ടാവണം. പ്രസാദശ്ച, മനസ്സെപ്പോഴും പ്രസന്നമായി സന്തോഷമായിരിക്കണം. മനസ്സെപ്പോഴാണ് പ്രസന്നമാവുക? അതിൽ കാമമോ ക്രോധമോ ലോഭമോ മോഹമോ മതമോ മാത്സര്യമോ ഉണ്ടെങ്കിൽ മനസ്സിന് പ്രസന്നതയില്ല. ഇതൊന്നും ഇല്ലാതെ ശുദ്ധമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ക്ഷത്രിയൻ്റെ മനസ്സ് സന്തോഷിച്ചിരിക്കുള്ളൂ. ഇതൊക്കെയാണ് ലക്ഷണം. അതിൽ ഹരണം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം.
ഇതാണ് കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ശൗര്യം, തേജസ്, ധൃതി എന്ന് പറഞ്ഞാൽ വിൽ പവർ, ഇച്ഛാശക്തി, ദാക്ഷ്യം, എന്തും നേടിയെടുക്കാനുള്ള സാമർഥ്യം, യുദ്ധേചാപ്യപലായനം, പടപൊരുതുന്ന സമയത്ത് തിരിച്ചോടുന്ന ഒരു സമ്പ്രദായമേ ഉണ്ടാവില്ല. ഒന്നിലോ പൊരുതി ജയിക്കുക, അല്ലെങ്കിൽ ആ പൊരുതി അങ്ങോട്ട് വീഴുക. ദാനം ഈശ്വരഭാവശ്ച, ഈശ്വരൻ എങ്ങനെ പ്രജകളോടോ അതുപോലെ ആയിരിക്കണം തൻ്റെ മനസ്സിൽ. എല്ലാറ്റിനെയും നിയന്ത്രിക്കാനും എല്ലാവർക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാനും തയ്യാറുള്ളത്. രാജഭരണം വേണ്ടതുപോലെ നടന്നാലേ അതിലുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്വാതന്ത്ര്യത്തോടു കൂടി അവരവരുടെ തൊഴിൽ നടത്തി വരുമാനമുണ്ടാക്കി ഖജാനയിലേക്ക് വേണ്ട നികുതി കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ജീവിതവും തൊഴിലും സുഗമമാക്കത്തക്ക വിധത്തിൽ, സ്വതന്ത്രമാവത്തക്ക വിധത്തിലുള്ള ഒരു നിയന്ത്രണവും നിഷ്ഠയും സമാജത്തിൽ ഏർപ്പെടുത്തുന്നവരാണ് ഉത്തമരായ രാജാക്കന്മാർ. അതാണ് അവർക്ക് ഈശ്വര സമത്വം കൽപ്പിച്ചിരിക്കുന്നത്. ദാനം വാരിക്കോരി കൊടുക്കാൻ പറ്റണം. ഒരു രാജാവ് ഒന്നും പിടിച്ചു പൊത്തി തൻ്റെ ഖജാനയിലേക്ക് എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കരുത്. രാജാവിൻ്റെ കയ്യിലുള്ള മുതൽ മുഴുവനും പ്രജാക്ഷേമത്തിന് വേണ്ടി ചെലവ് ചെയ്യാൻ ആണ്. ഒരു പൈസ പോലും ഈട്ടം കൂട്ടി വയ്ക്കാൻ പാടില്ല. ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവജം, ക്ഷത്രിയന്മാർക്ക് ഉചിതമായിരിക്കുന്ന സ്വഭാവവിശേഷമാണിത്. അതിൻ്റെ ഇടയിൽ ഹരിക്കുക, തട്ടിപ്പറിക്കുക എന്നൊരു വാക്കില്ലല്ലോ. പക്ഷേ ദുര്യോധനൻ പറയുന്നത് എന്താ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ രാജ്യം യുദ്ധത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല, സാധിച്ചു എന്ന് വരില്ല എന്ന് വിചാരിച്ച് ഒരു കള്ളച്ചൂത് ഏൽപ്പിച്ച് എൻ്റെ അമ്മാമനോട് എനിക്ക് പകരം കളിക്കാൻ പറഞ്ഞ് കള്ളച്ചൂത് എറിഞ്ഞ് ഓരോന്നായി തട്ടിയെടുത്ത് നിങ്ങളെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് അജ്ഞാതവാസവും കഴിപ്പിച്ചത്. 13 കൊല്ലാണ്. അതെൻ്റെ സാമർഥ്യം കൊണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ത്രയോദശ സമാഭുക്തം രാജ്യം വിലപതസ്തവ ഭൂയശ്ചൈവ പ്രശാസിഷ്യേ ത്വാം നിഹത്യ സബാന്ധവം. നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. എന്ത്? 12 കൊല്ലം വനവാസം നമുക്ക് ക്ഷമിക്കുക, 1 കൊല്ലം അജ്ഞാതവാസം അതും ക്ഷമിക്കുക, 13 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞതൊക്കെ നിങ്ങൾ നിർവഹിച്ചു, എൻ്റെ രാജ്യം തിരിച്ചു തരൂ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തരുന്ന നിങ്ങളുടെ വിചാരം. ഒരിക്കലും നടക്കില്ല അർജുന. അന്ന് ഞാൻ ചൂത് കളിച്ച് തട്ടിയെടുത്ത രാജ്യം അന്ന് മുതൽക്ക് എൻ്റെ കീഴിലാണ്. അന്ന് എൻ്റെ ഔദാര്യം കൊണ്ട് ഞാൻ കളിയിൽ നേടി. നിങ്ങൾക്ക് 13 കൊല്ലം ജീവിക്കാൻ പറ്റി. ഇനി തിരിച്ചു വന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, ഒരു സൂചിത്തുമ്പ് കൊള്ളുന്ന സ്ഥലം വരെ ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന്. അപ്പോൾ യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പടി എന്താ? 13 കൊല്ലം എൻ്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ ജീവിച്ചു. ഇനി 14ാമത്തെ കൊല്ലം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഭൂയശ്ചൈവ പ്രശാസിഷ്യേ ത്വാം നിഹത്യ സബാന്ധവം. ഇത്ര നാളും ഞാൻ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ നിങ്ങൾ എവിടെയോ ഈ ഭൂമണ്ഡലത്തിലുണ്ടായിരുന്നു, ഭാരതഭൂമിയിലുണ്ടായിരുന്നു. നാളെ മുതൽക്ക് നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ പര്യവസാനത്തിൽ നിങ്ങളെല്ലാവരും വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങളെപ്പറ്റി എനിക്ക് ചിന്തിക്കാതെ ഞാൻ അജയ്യനായി തീർന്ന് എതിരാളികൾ ആരുമില്ലാതെയാണ് അതേ രാജ്യം ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് തിരിച്ചു തരൂ എന്ന് പറയാൻ ഒരവസരമുണ്ട്. ഇനി അതും കൂടി ഇല്ലാത്ത തരത്തിൽ എന്താ പറയുന്നത്? ഭൂയശ്ചൈവ പ്രശാസിഷ്യേ, ഈ രാജ്യം എൻ്റെ മറ്റേ പകുതി രാജ്യം ഉള്ളതുപോലെ തന്നെ ഞാൻ ഭരിക്കും. ത്വാം നിഹത്യ സബാന്ധവം, ബന്ധുബാന്ധവന്മാരടക്കം നിങ്ങളെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്തതിന് ശേഷം ഞാനിത് അസ്സലായിട്ട് ഭരിക്കും. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. സാവോദാസ്യേ സമാപന്നാൻ മോചയാമാസ പാർഷദി അമാനുഷ്യം സമാപന്നാൻ ദാസകർമ്മണ്യവസ്ഥിതാൻ. ഞാൻ ഈ പറയണത് പൊങ്ങച്ചമാണെന്ന് വിചാരിക്കരുത്. എനിക്ക് കുറേ ശക്തിയും സാമർഥ്യവും കഴിവുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിറഞ്ഞ കുസദസ്സിൽ ഒരാൾ വിരലെടുത്ത് പൊക്കിയോ അവിടെ പറയാൻ. ദ്രൗപദിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ആ സദസ്സ് കൊടുത്തു. എല്ലാവരും കാണച്ചൊല്ലിയല്ലേ എൻ്റെ അനുജൻ ദുശാസനം ചെന്ന് കടന്നു പിടിച്ചത്. മണിക്കൂറുകളോളം പിടിച്ചു വലിച്ചില്ലേ, ഇഴച്ചില്ലേ. എന്നിട്ട് എന്തുണ്ടായി? അവസാനം എൻ്റെ അച്ഛൻ തന്നെ കനിവ് കാണിച്ചാണ് നിങ്ങളെ മോചിപ്പിച്ചത്. ഞാൻ മോചിപ്പിച്ചതല്ല, അച്ഛനാണ് മോചിപ്പിച്ചത്. സാവോദാസ്യേ സമാപന്നാൻ മോചയാമാസ പാർഷദി. നിങ്ങൾ 5 ആളെയും ഞാൻ കുടുക്കിൽ ചാടിച്ചു. ഒരൊറ്റ ആൾക്ക് മറുപടി പറയാൻ പറ്റാതെ വന്നു. നമ്മുടെ പിതാമഹൻ പറഞ്ഞു, ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ചോദ്യം സ്ഥാനത്താണ്, യുക്തിസഹമാണ്, മറുപടി എൻ്റെ കയ്യിലില്ല. ഇതിന് മറുപടി യുധിഷ്ഠിരൻ തന്നെ പറയണം എന്ന് പറഞ്ഞു. ആ യുധിഷ്ഠിരൻ മിണ്ടിയില്ല. നിന്റെ ജ്യേഷ്ഠൻ മിണ്ടിയില്ല. എന്ത് ചെയ്തു? ഉത്തരീയമെടുത്ത് താഴത്ത് വെച്ചു, മിണ്ടാണ്ടിയിരുന്നു.
അപ്പൊ 5 ആളും എൻ്റെ അടിമയിലായിരുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ 5 പേരെയും രക്ഷപ്പെടുത്തിയതാരാ? സാവോ ദാസ്യേ സമാപന്നാൻ മോചയാമാസ പാർഷദീ. ആ പാഞ്ചാലി ദ്രൗപദി ആ ഒരു സ്ത്രീയുടെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും മാത്രമാണ് നിങ്ങൾക്ക് ദാസ്യം ഒഴിവായത്. അമാനുഷ്യം സമാപന്നാൻ ദാസകർമ്മണ്യവസ്ഥിതാൻ. നിങ്ങളുടെ പൗരുഷമൊക്കെ പോയി, വാക്കൊക്കെ പോയി, രാജസ്ഥാനമൊക്കെ പോയി, അമ്പിൻ്റെ കഴിവ്, വില്ലിൻ്റെ കഴിവ്, ഗാന്ധീവത്തിൻ്റെ കഴിവ്, സർവ്വതും അവിടെ പോയില്ലോ. എല്ലാം പോയി. നിങ്ങളെ സഹായിക്കാൻ ലോകത്തിൽ ഒരൊറ്റ ആളുമില്ല. എൻ്റെ അടിമയായിരിക്കുമ്പോൾ ആ പെണ്ണൊരുത്തിയാണ് നിങ്ങളെ സഹായിച്ചത്. ഇത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ഈ ഒരു തലയിലെടുത്ത് ആരാ അടിച്ചേൽപ്പിച്ചത്? അത് ദുര്യോധനൻ്റെ മിടുക്കാണ്, അവൻ്റെ യോഗ്യതയാണ്, അവൻ്റെ ബുദ്ധിയുടെ വൈഭവമാണ്. ദുര്യോധനെ നിങ്ങൾക്ക് നിസ്സാരമാക്കി തള്ളാൻ പറ്റില്ല. ഇത് നിങ്ങൾ 5 പേരിൽ ഞാൻ ഒരുത്തൻ അടിച്ചേൽപ്പിച്ചതാണ്. എന്നെ തടയാൻ പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല. അപ്പൊ എനിക്ക് വീര്യമുണ്ട്, പരാക്രമമുണ്ട്, സാഹസമുണ്ട്, കഴിവുണ്ട്, കൗശലമുണ്ട്, എന്തും നേടിയെടുക്കാനുള്ള ആ ധീരതയും എനിക്കുണ്ട്. ഇത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. സൂതകർമ്മണി വിശ്രാന്തം വിരാടസ്യ മഹാനസേ ഭീമസേനേന കൗന്ദേയ യത്തു തൻ മമ പൗരുഷം. ഈ ഭീമൻ പൊണ്ണത്തടിയനുണ്ടല്ലോ, അവൻ്റെ സ്ഥിതി എന്തായിരുന്നു? സൂതകർമ്മണി വിശ്രാന്തം വിരാടസ്യ മഹാനസേ. അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് വിരാട രാജ്യത്ത് ചെന്ന് ആ വലിയ അടുക്കളയിൽ വെപ്പുകാരനാണ് ആര്? നമ്മുടെ ഭീമൻ. വെപ്പുകാരനായി സൂതകർമ്മണി വിശ്രാന്തം, രാപ്പകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടിയില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ വെപ്പുകാരനാവേണ്ടവരാണോ? ഭീമസേനേന കൗന്ദേയ യത്തു തൻ മമ പൗരുഷം. എന്നോട് എന്തും ചെയ്യാനും യുദ്ധം ചെയ്യാനും ഗദായുദ്ധത്തിനും ദ്വന്ദ്വയുദ്ധത്തിനും പ്രാപ്തിയുണ്ടെന്ന് പറഞ്ഞ് അട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന ഭീമൻ, ആ ഭീമനെ അല്ലേ എൻ്റെ ഒരൊറ്റ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുമല്ലേ ഞാൻ അടുക്കളപ്പണി ചെയ്യിപ്പിച്ച് വെപ്പുകാരനാക്കിയത്? അതിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഈ ദുര്യോധനൻ്റെ പൗരുഷം, ഈ ദുര്യോധനുള്ള പരാക്രമം, അവനുള്ള ശക്തി, അവനുള്ള കൗശലം, അവനുള്ള ആ ഈശ്വര ഭാവമാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ ഒരു വിധി അടിച്ചേൽപ്പിച്ചില്ലേ ഞാൻ 5 1 6 ആൾക്കും ഒരുപോലെ. ഏവമേവ സദാദണ്ഡം ക്ഷത്രിയാ ക്ഷത്രിയേ ദധുഃ വേണീം കൃത്വാ ഷണ്ഡവേഷഃ കന്യാം നർത്തിതവാനസി. ഇനി നിന്റെ കാര്യം എന്താ? ഏവമേവ സദാദണ്ഡം ക്ഷത്രിയാ ക്ഷത്രിയേ ദധുഃ. ക്ഷത്രിയന്മാര് ഇങ്ങനെയാണ് തൻ്റെ ദണ്ഡനീതി നടപ്പാക്കുക. ആരാരെയെല്ലാം ശിക്ഷിക്കണമോ ശിക്ഷിക്കാനുള്ള ശക്തി അവർക്കുണ്ടാവും. എന്തൊക്കെ ചെയ്താൽ ശിക്ഷ അനുഭവിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള വഴി അവരുടെ കയ്യിലുണ്ട്. അതിനാണ് ക്ഷാത്ര തേജസ്, ക്ഷാത്ര പരാക്രമം, ക്ഷതമേൽപ്പിക്കാനുള്ള ശക്തി ക്ഷത്രിയൻ എന്ന് പറയുന്നതിന് അർത്ഥം അതാണ്. വേണീം കൃത്വാ ഷണ്ഡവേഷഃ കന്യാം നർത്തിതവാനസി. അർജുന നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരുന്നു നിന്റെ സ്ഥിതി? അജ്ഞാതവാസക്കാലത്ത് അവിടെ ചെന്നിട്ട് തലമുടി നീട്ടി നീട്ടി വളർത്തി അത് പെണ്ണുങ്ങളെപ്പോലെ പിന്നിയിട്ട് അവിടെ കന്യാം നർത്തിതവാനസി ഷണ്ഡവേഷനായി എന്ത് ചെയ്തു? അവിടുത്തെ കന്യകമാർക്ക് ഡാൻസ് പഠിപ്പിച്ച് നീ കുറച്ചു കാലം കഴിഞ്ഞുകൂടിയില്ലേ? അത് ചെയ്യേണ്ടവനാണോ നീ? വില്ലാളി വീരനായിരിക്കുന്ന അർജുനൻ, ഗാണ്ഡീവധാരി, പാശുപതാസ്ത്രം സമ്പാദിച്ചിട്ടുള്ള അർജുനൻ, അദ്ദേഹം എവിടെയാ കഴിഞ്ഞുകൂടിയത്? വിരാട രാജ്യത്തിൽ പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് കഴിച്ചു കൂട്ടിയിരിക്കുന്നു. ഇതിലേറെ അപമാനമുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. ഇത് മുഴുവനും നിനക്ക് അടിച്ചേൽപ്പിച്ചത് ആരാ? ദാ ഈ ഒരു ദുര്യോധനൻ. അപ്പം ആ ദുര്യോധനൻ ഉപായപ്പെട്ടവനല്ല എന്ന് നല്ല പോലെ മനസ്സിലാക്കണം. വേണീം കൃത്വാ ഷണ്ഡവേഷഃ കന്യാം നർത്തിതവാനസി. ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ദുര്യോധനന്റെ വാക്കുകളിൽ വേണ്ടത്ര യുക്തിയുണ്ട്, വേണ്ടത്ര പ്രബലത, സ്വാധീനം എല്ലാം തന്നെ ഉണ്ട് ആ വാക്കിൽ. ദുഷ്ടന്മാർക്ക് അവരുടെ അട്ടഹാസങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ടുള്ള യുക്തികൾ അവർ നിരത്തും. നല്ല മനുഷ്യരോ അവർക്കുള്ള യുക്തികൾ നിരത്തും. ഈ 2 യുക്തിയും നമ്മുടെ മുൻപിലുണ്ട്. മഹാഭാരതം പറയുന്നു. ഇപ്പോൾ ദുര്യോധനന്റെ വാക്കുകൾ കേട്ടാൽ എല്ലാവർക്കും എന്ത് തോന്നും? ഒരുമാതിരിയുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയണത് ശരി തന്നെയാണല്ലോ എന്ന് തോന്നും. ആ ശരി തന്നെയാണോ എന്ന് തോന്നുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെ പെശക്. അപ്പൊ ദുഷ്ടതയും ശിഷ്ടതയും ഒരുപോലെ കൈകോർത്ത് പിടിച്ച്
അങ്ങനെ വട്ടം പാലം ചുറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലോകരംഗം. ദ്വന്ദ്വ സമാഹാരം എന്നാണല്ലോ ഞാൻ എപ്പോഴും ഇതിന് പറയാറുള്ളത്. ദ്വന്ദ്വങ്ങൾ കൂടിച്ചേർന്ന് സമ്മേളിച്ചിരിക്കുന്നതായ ഒരു രംഗമാണിത്. ആ രംഗത്തിൽ ദുഷ്ടന്മാർക്ക് എന്തു പറയാനും അതിതീക്ഷ്ണമായിരിക്കുന്ന യുക്തിയും സമർത്ഥന രീതികളും അതിനുണ്ടാവും. അതാണ് ഇപ്പോൾ ദുര്യോധനൻ പ്രയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ? യുക്തിയിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ എവിടെയാ തെറ്റ്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് തെറ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ മഹാഭാരതം മുഴുവനും ധർമ്മത്തിൻ്റെ വിവരണമാണ്. യഥോ ധർമ്മ തഥോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. ദുര്യോധനന് തനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞൊപ്പിക്കുന്നു. അതിൽ വേദവ്യാസ മഹർഷിയുടെ തൂലികയിലൂടെ പല വിധത്തിലുള്ള യുക്തികളും കാര്യകാരണങ്ങളും വരുന്നുണ്ട്. ഇവിടെ കാര്യകാരണ ബന്ധിതമാണല്ലോ ലോകം മുഴുവനും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നു, ഈ ദുര്യോധനൻ പറയണത് മുഴുവൻ യുക്തിസഹമായി നോക്കുമ്പോൾ ശരിയാണ്. അപ്പം പിന്നെ ധർമ്മം അയാളുടെ പക്ഷത്തിലാവുമോ എന്നൊരാലോചന വരും. ആലോചിക്കണം. ഇപ്പുറത്ത് പാണ്ഡവന്മാർ പറയുന്ന സമയത്ത് അവിടെയും കാണും അതിനുള്ള യുക്തി. അപ്പോൾ ഈ രണ്ട് യുക്തിയും വിട്ട് ഇതിലൊരു ധർമ്മത്തിൻ്റെ ഗതി എന്താ എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി തരുന്നതാണ് മഹാഭാരതത്തിൻ്റെ ഉദ്ദേശം. എവിടെ ധർമ്മമുണ്ടോ അവിടെയേ ജയമുള്ളൂ. ഇങ്ങനെ വാക്കുകൊണ്ട് വാചാലനായി തനിക്ക് എന്തും പറയാം, യുക്തിസഹമായി സമർത്ഥിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ധർമ്മമായി എന്ന് വരില്ല. ധർമ്മമുണ്ടെങ്കിൽ അവിടെയേ ജയമുണ്ടാവുള്ളൂ. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ ഗതി എന്താണ്? ധർമ്മികളെയും അധർമ്മികളെയും ഒരുപോലെ നിരത്തി രണ്ടുപേരെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് അവസാനം തമ്മിലൊരു ഏറ്റുമുട്ടൽ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുള്ളൂ. ന ഭയാത് വാസുദേവസ്യ ന ചാപി തപഫാൽഗുന രാജ്യം പ്രതിപദാസ്യാമി യുദ്ധസ്വ സഹകേശവഃ. ന ഭയാത് വാസുദേവസ്യ ന ചാപി തപഫാൽഗുന. ഒരു കാര്യം അർജുന നല്ല പോലെ മനസ്സിലാക്കിക്കോ. എന്താ അത്? ന ഭയാത് വാസുദേവസ്യ. നിന്റെ കൂടെ എപ്പോഴും തുണയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന കുറുങ്കൗശലക്കാരൻ ഒരു കൃഷ്ണൻ, ഒരു വാസുദേവനുണ്ടല്ലോ, വസുദേവപുത്രൻ. ആ വസുദേവപുത്രനെ എനിക്ക് തെല്ലും ഭയമില്ല. എൻ്റെ മുൻപിൽ ഒരു കടുകിൻ്റെ 1000-ലൊരു അംശമേ ഉള്ളൂ ഈ കൃഷ്ണൻ. നീ വിചാരിക്കും തേരാളിയായി കിട്ടിയത് കൊണ്ട് ഞാൻ കേമനായി. എനിക്ക് തേരാളി ആയാൽ മതി, ആയുധങ്ങളൊന്നും എടുക്കണ്ട, എൻ്റെ കുതിരയെ തെളിച്ചാൽ മതി, എൻ്റെ കയ്യിൽ ഗാണ്ഡീവമുണ്ട്, പാശുപതാസ്ത്രമുണ്ട്, ഇതേവരെ തോൽക്കാത്തവനാണ് ഞാൻ പടപൊരുതിയിട്ട് എന്നൊക്കെയുള്ള ഒരു അഹങ്കാരവും ഗർവുമുണ്ടല്ലോ. ആ കൃഷ്ണൻ തേരാളിയായി നിന്നെ ഉപദേശിക്കും, സംരക്ഷിക്കും, നിനക്ക് വേണ്ട സഹായം ചെല്ലും, തേരുകളെ തെളിച്ച് എവിടെ വേണമോ അവിടെ കൊണ്ടെത്തിക്കും മിന്നൽ വേഗത്തിൽ എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ട്. എനിക്കതിൽ യാതൊരു പേടിയില്ല. ന ചാപി തവഫാൽഗുന. ഇനി നിന്നെ എനിക്ക് പേടിയുണ്ടോ? തീരെയില്ല. അപ്പോൾ വാസുദേവനെയോ നിന്നെയോ ഞാൻ പേടിക്കുന്നില്ല. നല്ല ഉറപ്പിച്ചതാ പറയണു. നാളെയാണ് പടപൊരുതൽ തുടങ്ങാൻ പോകുന്നത്. ദാ ഇന്ന് നിങ്ങളോട് പറയാണ്, രാജ്യം പ്രതിപദാസ്യാമി യുദ്ധസ്വ സഹകേശവഃ. നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ ഒരിക്കലും ഈ രാജ്യം തിരിച്ചു തരാൻ പോണില്ല. നിങ്ങൾ എത്ര എളിമയോടോ ക്ഷമയോടോ കൂടി ചോദിച്ചോളൂ, ഞാൻ തിരിച്ചു തരില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, സഹകേശവഃ യുദ്ധസ്വ. കേശവനെ മുൻപിൽ നിർത്തി ആ തേരിലിരുന്നു കൊണ്ട് പൊരിഞ്ഞ യുദ്ധം ചെയ്തോ, എന്തു വരണമെങ്കിൽ വരട്ടെ. എന്തെങ്കിലും തരത്തിൽ ഒരു സന്ധി നടത്തണം എന്ന് പറഞ്ഞയച്ചപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് ഓരോരുത്തരും അവിടെ പോയി അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വിട്ടു. അതിൽ ആരൊക്കെയുണ്ട്? യുധിഷ്ഠിരനുണ്ട്, അർജുനനുണ്ട്, ഭീമനുണ്ട്, നകുല സഹദേവന്മാരുണ്ട്, ദ്രൗപദിയുണ്ട്. എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണൻ പോയത്. അതേമാതിരി ഇതേവരെ ഉലൂകനോട് അവിടെ ചെന്ന് ഇന്നെന്ന പ്രകാരം പറയണം എന്ന് പറഞ്ഞു ഉലൂകൻ്റെ അടുത്ത് പറയുന്ന ഭാഗമാണ് ഇത്ര നേരം പറഞ്ഞത്. ഉലൂകൻ ഈ പറയണതൊക്കെ കേട്ട് മനസ്സിലാക്കി അവിടെ ചെന്ന് സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് അതിന് തയ്യാറോടുകൂടി പോവുകയാണ്. അവിടെ പോയതിന് ശേഷം പാണ്ഡവ ശിബിരത്തിൽ പോയി അദ്ദേഹം പറഞ്ഞയച്ച സന്ദേശം ഓരോരുത്തരോടായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതോടുകൂടി അർജുനന് വളരെയധികം കോപം വരും. ആ കോപം വന്ന ഭാഗം വർണ്ണിക്കുകയാണ്. ഉലൂഹസ്ത്വർജു അർജുനം ഭൂയോ യഥോക്തം വാക്യമബ്രവീത് ആശീവിഷമിവ ക്രുദ്ധം തുദൻ വാക്യശലാകയാ തസ്യ തദ്വചനം ശ്രുത്വാ ഋഷിതാഃ പാണ്ഡവാ ഭൃശം പ്രാഗേവ ഭൃശസംക്രുദ്ധാഃ കൈതവ്യേനാപി ദർശിതാഃ.